Hello my dear students, welcome back to English classes. Are you all ready for the live session? Yes, എല്ലാവരും പഠിച്ചോ? Class 8 നമ്മൾ എക്സാമിന് വേണ്ടി എങ്ങനെയായി പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഹലോ മൈ ഡിയർ, എല്ലാവരും ഓക്കെ ആണോ? യെസ്, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? യെസ്, അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമുക്ക് നോക്കാം അല്ലേ? ക്ലാസ് 8 നമുക്ക് ആ ഒരു ടെക്സ്റ്റിലെ മോസ്റ്റ് ഓഫ് ദി ലെസൺസ് നമ്മൾ കവർ ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും തരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ ആണേ? റെഡിയാണേ എല്ലാവരും? യെസ്. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രില്യൻ്റ് എന്താണ് ട്യൂഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? ക്ലാസ് 6 to 10 വരെയുള്ള ട്യൂഷൻ ക്ലാസ്സസ് സ്റ്റേറ്റിനായാലും CBSE ആയാലും നമ്മൾ ട്യൂഷൻ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ലേണിംഗ് ആപ്പിൻ്റെ ആ ഒരു യൂസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം ഇതുവഴി നമുക്ക് കിട്ടും. അപ്പോൾ എന്താ 1 ഇയറിലേക്ക് ഉള്ള ഫീ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് റേറ്റ് അല്ലേ ഉള്ളൂ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാ ടെക്സ്റ്റും എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും അല്ലേ? അപ്പോൾ നന്നായിട്ട് എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ താഴെ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം, മിടുക്കരായിട്ട് പഠിക്കുക, ഫുൾ മാർക്സ് വാങ്ങിക്കുക അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ? യെസ്, എക്സാമിന് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്സ് വാങ്ങിച്ചെടുക്കണ്ടേ? യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഗുഡ് ഈവനിങ്. യെസ്, ഫൗണ്ടേഷൻ ക്ലാസ്സിനൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? നല്ല ക്ലാസ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കണം. യെസ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, യൂണിറ്റ് 1 to യൂണിറ്റ് 3 നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആ ഒരു 1.5 hours വെച്ചിട്ട് നമുക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ, അതുപോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി അറിയാമോ? പറഞ്ഞേ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. എല്ലാവർക്കും സമ്മറിയൊക്കെ ഏത് ചാപ്റ്റർ ഇപ്പോൾ ചോദിച്ചാലും ഇപ്പോൾ പറയണം ആൻസർ അല്ലേ? സമ്മറി ഇപ്പോൾ പറയണം. ഏതൊരു ക്യാരക്ടറിനെങ്കിലും പറയണം. ഇപ്പം ലിറ്റിൽ തിങ്സ് മാറ്റർ അല്ലെങ്കിൽ ദി 7 ages ഓഫ് മാൻ എന്നൊക്കെ പറയുമ്പോൾ റൈറ്ററിനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അതിനകത്ത് സമ്മറി എന്തായിരുന്നു എന്ന് മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു റിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, യൂണിറ്റ് 1 A long walk with Granny, the 7 ages of man, little things matter. ഈ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ അല്ലേ യൂണിറ്റ് 1. പിന്നെ യൂണിറ്റ് 2 വിങ്സ് ഓഫ് ഹോപ്പ് സിറ്റിംഗ് വിത്ത് ഫെദേഴ്സ്. നല്ല മനോഹരമായിട്ടുള്ള പോമാണ്. എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിൽ വരുന്നുണ്ടോ? ഇപ്പം ഹോപ്പ് എന്തുമായിട്ടായിരുന്നു കമ്പയർ ചെയ്തിരുന്നത്? എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, സെക്കൻഡ് ചാപ്റ്റർ. ദെൻ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്. അങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് യൂണിറ്റ് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Then Unit 3 എന്താ? ദി ട്രയൽ ഓഫ് സയൻസ്, ടോക്കിംഗ് ഓഫ് സയൻസ്, എൻജിൻ ട്രബിൾ, ദി അസ്ട്രോണമർ എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഒരു പാർട്ട് 1 ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ നാളെ നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലെ ടെക്സ്റ്റിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഫുൾ സമ്മറി കവർ ചെയ്യാനുള്ള ടൈമില്ല. നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റെല്ലാം നന്നായിട്ട് വായിച്ചിരിക്കണം, സമ്മറി അറിഞ്ഞിരിക്കണം. നമ്മൾ ജസ്റ്റ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്യും, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണേ? യെസ്, എല്ലാം റെഡി ആണല്ലേ? റിവൈസ് ചെയ്തു ദിവ്യ? യെസ്, വെരി ഗുഡ്. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് യൂണിറ്റിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ റൈറ്ററിൻ്റെ പേര് നിങ്ങൾ മറന്നു പോവുകയേ ചെയ്യരുത്. ഒന്ന് നിങ്ങൾ നമ്മളെല്ലാ യൂണിറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിൽ എന്തായാലും ആ റൈറ്ററിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പേരൊന്ന് നോട്ട് ചെയ്ത് പോവാം, പഠിക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഏതാണ് കാറ്റഗറി, ഓരോ ചാപ്റ്റേഴ്സ് ഏത് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ റൈറ്റർ ആരാ, ഇത്രയും കാര്യം പഠിക്കാൻ വലിയ പാടുണ്ടോ? ഇല്ല, സിമ്പിളാണ്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ആരുടെയാണ്? റസ്കിൻ ബോണ്ടിൻ്റെ ആണ്. യെസ്, ദി 7 ages ഓഫ് മാൻ, അത് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഫേമസ് ആയിട്ടുള്ള എന്താണ് വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദി 7 ages ഓഫ് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പോം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് മിസ് വിചാരിക്കുന്നു. ദെൻ ലിറ്റിൽ തിങ്സ് മാറ്റർ, അതൊരു മെമ്മോയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മക്കുറിപ്പില്ലേ? യെസ്, ഡയറി ഒക്കെ എല്ലാവരും എഴുതാറുണ്ടോ? അപ്പോൾ ഡയറി എൻട്രി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അത് APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പം കലാമിൻ്റെ മെയിനായിട്ടുള്ള എന്തൊക്കെ
കാര്യങ്ങളാണ് അതിനകത്ത്, ഒരു മെമ്മോയറാണ് അല്ലേ, സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചിരിക്കുക. എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് അദ്ദേഹം കടന്നു പോയതെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ വരണം. ഓക്കെ, ദെൻ അടുത്ത സെക്കൻഡ് യൂണിറ്റ് ഏതായിരുന്നു? വിങ്സ് ഓഫ് ഹോപ്പ്. ഇതിനകത്ത് ഏതൊക്കെയാ? ഒരു പോം ഉണ്ട്, ഹോപ്പ് ഇസ് ദി തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന ഒരു പോം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരുടെയാണ്? റൈറ്റർ ആരാണ്? എമിലി ഡിക്കിൻസൺ ആണ് റൈറ്റർ. ദെൻ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന അനക്ഡോട്ടാണ്, അതായത് ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു അനക്ഡോട്ടാണ്. ജെറോം കെ ജെറോമിൻ്റെ ഒരു അനക്ഡോട്ടാണ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്റർ. ദി ഡേ മൈ വേൾഡ് ചേഞ്ച്, അതും ഒരു മെമ്മോ, എഗെയിൻ ഒരു മെമ്മോയർ. ആരുടെയാണ്? മലാല യൂസഫായി, ക്രിസ്റ്റീന ലാം. ഓക്കെ, അപ്പോൾ മലാലയുടെ ഒരു മെമ്മോയർ, അതായത് മലാല തൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്, എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ കണ്ടോ, രണ്ട് മെമ്മോയർ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമ്മളൊരു ഡയറി എൻട്രി മസ്റ്റായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. യെസ് പോസ്റ്റ് അതൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ, എന്തെല്ലാം ഡിസ്കോഴ്സസ് ആണ് ചോദിക്കുന്നതെന്നും മിസ് ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ തേർഡ് യൂണിറ്റ് ദി ട്രയൽ ഓഫ് സയൻസ്. അതിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ടോക്കിംഗ് ഓഫ് സയൻസ്, ഇൻ്റർഫേസ് വിത്ത് എ സയൻറ്റിസ്റ്റ്. ഒരു ഇൻ്റർവ്യൂ ആണ് അല്ലേ, ഇൻ്റർവ്യൂ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിന് അല്ലേ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതായത് വാട്ട്സ് യുവർ നെയിം, അങ്ങനെയുള്ള സിലി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്? ഒരു 4-5 ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ ആയാലും എടുത്ത് അത് ചോദിക്കാം. ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അത് നമ്മൾ അങ്ങ് എഴുതിയ പോലെ എക്സാമിന്, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ സ്കോർ കിട്ടും. എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ആർ.കെ. നാരായണൻ്റെ, പിന്നെ ദി അസ്ട്രോണമർ എന്ന് പറയുന്ന പോം രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്നൊന്ന് കവർ ചെയ്യാം. ഇത്രയും ചാപ്റ്റേഴ്സ് മീൻസ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം? ഡിസ്കോഴ്സ്, ഇതൊക്കെ എന്താണ്? ഡിസ്കോഴ്സ് റൈറ്റിങ്ങിലാണ്, അതായത് റൈറ്റിംഗ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഏതൊക്കെയാ? നോട്ടീസ് റൈറ്റിംഗ് ഉണ്ട്. ഒന്നേതാണ്? നമുക്ക് നോട്ടീസ് റൈറ്റിംഗ് എല്ലാവർക്കും അറിയാമോ? വേഗം പറഞ്ഞേ, നോട്ടീസ് റൈറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എല്ലാവർക്കും അറിയാമോ? യെസ്, ബോക്സ് ഒക്കെ വരച്ച് നല്ല അടിപൊളിയായിട്ട് വേണം നോട്ടീസൊക്കെ എഴുതാൻ അല്ലേ. നോട്ടീസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ എഴുതുന്നതിന് തന്നെ മാർക്കുണ്ട്. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട് എഴുതിക്കൂടെ, ആ മാർക്ക് കിട്ടിക്കൂടെ? ബോക്സ് വരയ്ക്കുക, നോട്ടീസിന് എഴുതുക, പിന്നെ എന്താണ് നമ്മുടെ ഡേറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ, വേഗം പറഞ്ഞേ. നോട്ടീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഡേറ്റ് വേണം, ടൈം വേണം, വെന്യൂ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമ്മളിവിടെ നോട്ടീസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഡേറ്റ്, വെന്യൂ അല്ലേ, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. ടൈം, ഇതൊക്കെ. പിന്നെ എന്താണ് കണ്ടൻറ്? എന്താ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കാണും. എന്താണ്, എവിടെ, എന്താ സെലിബ്രേഷൻ ആണോ, എന്താണോ നടക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ കാണും. അതത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് റൈറ്റിങ്ങിൽ ഫുൾ മാർക്സും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അത് ഡേറ്റ്, യെസ്, ഡേറ്റ്, വെന്യൂ, യെസ് മിസ്റ്റർ, യെസ് ദേവ്യൂ, എല്ലാവരും ആൻസർ ചെയ്യുന്നത് കറക്റ്റാണ് കേട്ടോ. യെസ്, ദെൻ കോൺവെർസേഷൻ റൈറ്റിംഗ്, അത് നമ്മൾ അടുത്തതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ ഇങ്ങനെ തരാറില്ലേ, അങ്ങനെ കോൺവെർസേഷൻ കംപ്ലീഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇൻ്റർവ്യൂ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ അതായത് ഒരു സയൻറ്റിസ്റ്റോ ആരെങ്കിലും ആവട്ടെ, നമുക്ക് ജനറലായിട്ട് കുറച്ച് എന്തായാലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കുമല്ലോ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ആ ഒരു സബ്ജക്റ്റ് ഏരിയ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട്, യങ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ജനറലൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് മിസ് ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ യാതൊരു പാടുമില്ല. ഈസി ആയിട്ട് നമുക്ക് ആ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഡയറി എൻട്രി അല്ലേ, ഡയറി എൻട്രി അറിയാം. നമ്മൾ മെമ്മോറീസ് ഒക്കെ ഇതിനകത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, ഇതൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്ന ഒന്നാണ് ഡയറി എൻട്രി എന്ന് പറയുന്ന ആ ഒരു ഡിസ്കോഴ്സ് പാർട്ട്. അപ്പോൾ അവിടെ നമുക്ക് അപ്പോൾ അവിടെ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ഒരു ഡയറി എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഒരു ഡയറി എൻട്രി നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഡേയും ഡേറ്റും, ഡയറിയെ നമ്മൾ എഴുതുമ്പോൾ ഡേ ആൻഡ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ ഡേയും ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയറി അറിയാലോ, പാസ്റ്റ് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നമ്മുടെ ഇവാലുവേഷൻ, നമ്മളെ തോട്ട്സും ഫീലിങ്സും ആണ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിൽ എഴുതണം. പിന്നെ അതുപോലെ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ, ഒരിക്കലും ഹീ, ഷീ, ദേ എന്ന് പറഞ്ഞ് എഴുതാനേ പാടില്ല. ഡയറി എൻട്രി ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, ഐ, മീ എന്നുള്ള യൂസേജ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നും ഓർക്കണം. ഓക്കെ, യെസ്,
ക്യാരക്ടർ സ്കെച്ച്, വെരി ഗുഡ്. യെസ്, ക്യാരക്ടർ സ്കെച്ച് അല്ലേ? ക്യാരക്ടർ സ്കെച്ച് ആണ് അടുത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഈ ചാപ്റ്റേഴ്സിലെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട്, അപ്പം അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ചിലപ്പോൾ ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കാം. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ ആ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇവൻറ്റ്, അല്ലാതെ ആ ഒരു സ്റ്റോറിയുടെ സമ്മറി അല്ല. ഒരിക്കലും ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് സ്റ്റോറിയുടെ സമ്മറി അല്ല. ആ ക്യാരക്ടർ ആ സ്റ്റോറിയിൽ എന്ത് റോളാണ് ചെയ്തത്, ആ ക്യാരക്ടറിൻ്റെ അനാലിസിസ് ആണ്. അപ്പം ഒരാളെ പറ്റി നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ചിലപ്പോൾ നമ്മൾ പറയും അല്ലേ, പിന്നെ അയാൾ എങ്ങനെയുള്ള ക്യാരക്ടറാണ്, അയാൾ പേഷ്യൻസ് ആണോ, അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റീസ് ഇല്ലേ, ആ ക്വാളിറ്റീസ് വേണം നമ്മൾ എടുത്ത് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനും പഠിക്കണം. ഓക്കെ. പിന്നെ ലെറ്റർ റൈറ്റിംഗ് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെ ടൈപ്പ് ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്? വേഗം പറഞ്ഞേ, ഏതൊക്കെ ലെറ്റർ ടൈപ്പ്? യെസ്, ഇതൊക്കെയാണ് പറഞ്ഞേ. ഫോമലും ഉണ്ട്, ഇൻഫോമലും ഉണ്ട്. ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫോമാറ്റൊക്കെ അതിന് ഫോളോ ചെയ്യണം അല്ലേ? എന്തൊക്കെയാ? ഫ്രം അഡ്രസ്സ് വേണം, പിന്നെ ടു വേണം അല്ലേ, ഡേറ്റ് വേണം. ഫ്രം അഡ്രസ്സ് കഴിഞ്ഞ് ഡേറ്റ് വേണം, ടു അഡ്രസ്സ് വേണം, പിന്നെ സാല്യൂട്ടേഷനൊക്കെ വേണം അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കോണ്ടൻ്റൊക്കെ എഴുതി ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഒരു ഫോമൽ ലെറ്റർ എഴുതേണ്ടത് അല്ലേ? ഫോമൽ ലെറ്റർ. ഇനി നേരെ മറിച്ച് ഇൻഫോമൽ ലെറ്ററിൽ നമ്മൾ ഇത്രയും എഴുതണോ? ഫ്രമും ഡേറ്റും ടു അഡ്രസ്സും എല്ലാം എഴുതേണ്ട ആവശ്യമില്ല ഒരു ഇൻഫോമൽ ലെറ്ററിന് അല്ലേ? അതായത് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിനോ കസിനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, സിസ്റ്റർ, പാരൻസ്, ഫ്രണ്ട്സ് ഇവരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇൻഫോമൽ ലെറ്റർ മതി അല്ലേ? യെസ്, എല്ലാവരും ടൈപ്പ് പറഞ്ഞല്ലോ, മിടുക്കരാണ്. ദിവ്യ യെസ്, ആദ്ര യെസ്, ഷിൻഡോ. ഫോമൽ ഇൻഫോമൽ ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഫ്രം അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെയിമും എല്ലാം ഡീറ്റെയിൽസും വേണമെന്നില്ല. ജസ്റ്റ് പ്ലേസും ഡേറ്റും വെച്ചാൽ മതി ഇൻഫോമലിന് എഴുതുമ്പോൾ കേട്ടോ. ഇൻഫോമലിന് എഴുതുമ്പോൾ എന്താണ്? ജസ്റ്റ് നമ്മുടെ പ്ലേസ്, ഫ്രം അഡ്രസ്സിൻ്റെ പ്ലേസും ഡേറ്റും, പിന്നെ സല്യൂട്ടേഷൻ ഡിയർ എന്ന് പറഞ്ഞങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അത്രയാണ് ഇൻഫോമൽ. ഈസിയാണ്, ഫോമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ സ്പീച്ചും എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. അപ്പോൾ APJയുടെ ഒക്കെ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ഒരു സ്പീച്ച് റൈറ്റിംഗ് ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ സ്പീച്ചും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ. പിന്നെന്താണ്? ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം അല്ലേ? ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം. ഇമെയിൽ റൈറ്റിംഗിന് ഒരു ഫോമാറ്റ് ഉണ്ട്, അത് മിസ് ഈ ക്ലാസ്സിൽ കാണിച്ചു തരും, നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ. ഇമെയിൽ റൈറ്റിംഗ് എന്തുപോലെ തന്നെയാണ്, ലെറ്റർ റൈറ്റിംഗ് പോലെ തന്നെയാണ്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കി എഴുതുക. അത് ഫോമലായിട്ടാണോ അതൊരു ഫ്രണ്ടിന് വേണമെങ്കിലും നമുക്ക് മെയിൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിനാണെങ്കിൽ അതൊരു ഇൻഫോമൽ വേയിലായിരിക്കും. ഫോമാറ്റിന് പക്ഷേ മാറ്റമൊന്നും ഉണ്ടാവില്ല. 2CC BCC എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോമാറ്റ് ഉണ്ട്, അത് കാണിച്ചു തരാം, പേടിക്കൊന്നും വേണ്ട, അത് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇമെയിൽ റൈറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യുക? കാഷ്വൽ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. ബാക്കി കോണ്ടന്റ് ഒക്കെ സെയിം ആണ്. ഓക്കെ. ദെൻ പ്രൊഫൈൽ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓൾറെഡി തരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഫൈൽ റൈറ്റിംഗ് കംപ്ലീറ്റ് ആക്കുക. അത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നല്ല രീതിയിൽ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ എന്ത് കിട്ടും? ഫുൾ മാർക്സ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഈ നോട്ടീസ് റൈറ്റിംഗ്, പ്രൊഫൈൽ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിൻസ് തന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഫുൾ മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കിട്ടും. ഓക്കെ. അപ്പോൾ അതൊരിക്കലും വിടരുത്, പഠിക്കാതെ പോകരുത്. ഓക്കെ. ദെൻ മെസ്സേജ് റൈറ്റിംഗ് മേ ബി ചോദിക്കാം. പിന്നെ പോസ്റ്റർ അല്ലേ, നിങ്ങൾ ആരൊക്കെയോ കമൻറ്റ് ചെയ്തിരുന്നു അല്ലേ, പോസ്റ്റർ, അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ്, ഇതെല്ലാം നമുക്ക് റിപ്പോർട്ട് റൈറ്റിംഗ്, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കോഴ്സ് റൈറ്റിങ്ങിൽ വരുന്ന സെക്ഷൻസ് ആണ്. ഓക്കെ. യെസ്. ഇനി നമുക്ക് ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല പാടായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഈ ടെൻസസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പാടാണോ? അല്ല, ഈസിയാണ് അല്ലേ? ടെൻസസ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാമർ പോർഷനിൽ വരുന്നത്. അല്ലാതെ വളരെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഓക്കെ. ടെൻസസ് ചോദിക്കാം റിലേറ്റ് ചെയ്തിട്ട്. കണ്ടീഷണൽ സെൻറ്റൻസസ്, അതായത് ഇഫ് ക്ലോസ് പഠിച്ചതാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇല്ല. യെസ്, ഇഫ് ക്ലോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? യെസ്, ഇഫ് ക്ലോസിൻ്റെ യൂസേജ് കറക്റ്റായിട്ട് ഇന്ന് ഫുൾ നമ്മളത് റിവൈസ് ചെയ്യും. ഓക്കെ. ഇഫ് ക്ലോസ് ആ ഒരു 3 കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരുന്ന ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ഫ്രേസൽ വെർബ്സും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് പ്രിപ്പോസിഷൻസ് ഒക്കെ ചേർന്നിട്ടുള്ള അല്ലേ, പുട്ട് ഓൺ, അങ്ങനെയൊക്കെ കോൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ദി സെൻറ്റൻസ് യൂസിങ് ദി കറക്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ?
ദെൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇറർ കറക്ഷനും ഉണ്ട് അല്ലേ. എഡിറ്റ് ദി പാസേജ്, അവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഈ ടെൻസസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എഡിറ്റ് ദി പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഡയലോഗ് കംപ്ലീഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീഷൻ, അതും ടെൻസസിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനെയൊക്കെ ഉള്ള ഗ്രാമർ പോർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് കംപ്ലീഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പാർട്ടിലേക്ക്, റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. തുടക്കത്തിൽ എക്സാമിൻ്റെ ആ ഒരു ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലേ. യെസ്, നമ്മളൊരു പാസേജ് നമ്മൾ ഏതെങ്കിലും പഠിച്ചിട്ടുള്ള, ചിലപ്പോൾ പുറത്തുനിന്നും വരാം അല്ലേ, ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ നോക്കാം, ഇത് നോക്കാം. റീഡ് ദി എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി അല്ലേ, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഈസി അല്ലേ? യെസ്, കാരണം നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പഠിക്കും. യെസ്, ഈസി ആയിട്ട് പഠിക്കാം. ഫ്രം ദി സ്റ്റോറി ബൈ റിസ്കിൻ ബോണ്ടിൻ്റെ സ്റ്റോറിയിൽ നിന്നാണ്. ആസ് ദി ബസ് മൂവ്ഡ് ഓഫ്, ഗ്രാനി ലുക്ക്ഡ് eagerly out of the window. She could see many things that she hadn't seen for a long time. അപ്പോൾ ഇവിടെ ഗ്രാനി ആരാന്നറിയാം, ആ ക്യാരക്ടറിനെ പറ്റി അറിയാം, എന്താണ് അവർ സാക്രിഫൈസ് ചെയ്തത് ലൈഫിൽ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആസ് ദി ബസ് മൂവ്ഡ് ഓഫ്, എന്താ സംഭവിക്കുക? യെസ്, Granny looked eagerly out of the window. She could see many things that she hadn't seen for a long time. അപ്പോൾ ഗ്രാനിക്ക് ഓൾറെഡി സൈറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിരുന്നു അല്ലേ. പിന്നീട് ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ അല്ലേ, ഹോസ്പിറ്റലിലൊക്കെ പോയി അത് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഐസൈറ്റ് നമുക്ക് ഇപ്പം നമുക്ക് ഒന്നും അറിയില്ല അല്ലേ, നമുക്കെല്ലാം കാണാൻ പറ്റുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ഏജ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണിനൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാം, നമ്മുടെ ഐസൈറ്റ് ഒക്കെ വീക്കായി വരാം അല്ലേ. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ മങ്ങിയായിരിക്കും കാണുന്നത്, നന്നായിട്ട് ക്ലിയർ ഒരു വിഷൻ കിട്ടില്ല. അങ്ങനെ ഗ്രാനിയുടെ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓവർകം ചെയ്ത് വന്നപ്പോൾ ഗ്രാനി എന്താ പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് അവൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡ് ഇൻ സീൻ ഫോർ എ ലോങ് ടൈം. കുറേ നാൾ കൊണ്ട് കാണാതിരുന്നതൊക്കെ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നു. ഡിസ്റ്റന്റ് വില്ലേജസ്, people working in the fields, milkmen on the road, 2 dogs rushing along beside the bus, monkeys in the trees, and most wonderful of all, a rainbow in the sky. അപ്പോൾ ഇതിൽ ഓരോ ബ്യൂട്ടി അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ് അല്ലേ. യെസ്, then a rainbow in the sky, she couldn't see perfectly of course, but she was pleased with the improvement അല്ലേ. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതിൽ അവൾ ഇതെല്ലാം നന്നായിട്ട് ആസ്വദിക്കുകയാണ്. യെസ്, മണി വാച്ച് ഫോർ എ ടൈം and listened to her excited chatter. Then his head began to nod. It dropped against Granny's shoulder and remained there comfortably supported. The bus swerved and jolted along the winding mountain road, but Money was fast asleep. അല്ലേ, മണിയെ വളരെ കെയർ ചെയ്ത് നോക്കിയ ആ ഒരു ഗ്രാൻഡ്മയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ ഈ സ്റ്റോറിയിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ, ക്യാരക്ടർ സ്കെച്ച് വേണമെങ്കിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ചിരിക്കുക, അതിൻ്റെ സമ്മറിയൊക്കെ ഒന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു പാസേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 or 2 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ എന്താ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. യെസ്, വൈ വാസ് ഗ്രാനി വെരി പ്ലീസ്ഡ് ഡ്യൂറിങ് ദി ബസ് ജേർണി? എന്തുകൊണ്ടാണ് വളരെ പ്ലീസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ഹാപ്പി ആയിരുന്നത്? എന്തുകൊണ്ടാണ് ആ ജേർണിയിൽ വളരെ ഹാപ്പി ആയിരുന്നത്? Granny was pleased because her new glasses helped her see many things clearly that she had not seen for a long time. കുറേ നാൾ കൊണ്ട് ആ ഗ്ലാസ് പവറൊക്കെ പോയി അല്ലേ, അതുകൊണ്ട് നന്നായിട്ട് കാണാനൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പം പുതിയ ഗ്ലാസ്സസ് ഒക്കെ വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടി. അതുകൊണ്ടാണ് വൈ. അപ്പോൾ ഇത് നമുക്ക് അറിയണം, സ്റ്റോറി അറിയണം. യെസ്, ആ ഒരു പാസേജ് നന്നായിട്ട് വായിച്ചാലും ഇതിന് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പാസേജ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിടരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പാസേജ് വായിച്ച് നോക്കുക. ഇപ്പോൾ സ്റ്റോറിയിൽ എല്ലാം സമ്മറി ഫുൾ എഴുതി വെക്കാനൊന്നും അല്ല ഒരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക, ആ പാസേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പാസേജ് നന്നായിട്ട് തന്നെ വായിച്ച് നോക്കിയാൽ തന്നെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക കേട്ടോ. യെസ്, Granny was pleased because her new glasses helped her see many things clearly that she had not seen for a long time. കുറേ നാൾ കൊണ്ട് കാണാതിരുന്ന കാഴ്ചകൾ കണ്ടതുകൊണ്ടാണ് പ്ലീസ്ഡ് അല്ലേ, സന്തോഷിച്ചത്, ഹാപ്പി ആയത്.
വാട്ട് ഡിഡ് ഗ്രാനി സീ ത്രൂ ദി ബസ് വിൻഡോ? എന്തൊക്കെയാ? അത് നമ്മൾ പാസേജിൽ നിന്ന് എടുത്തെഴുതിയാൽ പോരെ? കണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ലേ? യെസ്, എന്തൊക്കെയായിരുന്നു കണ്ടിരുന്നത്? ഷീ സോ ഡിസ്റ്റന്റ് വില്ലേജസ്, പീപ്പിൾ വാക്കിംഗ് ഇൻ ദി ഫീൽഡ്സ്, മിൽക്ക്മാൻ ഓൺ ദി റോഡ്, ഡോഗ്സ് റണ്ണിങ് ബിസൈഡ് ദി ബസ്, മങ്കീസ് ഇൻ ദി ട്രീസ് ആൻഡ് റെയിൻബോ ഇൻ ദി സ്കൈ. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് ഈ ഒരു പാസേജ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ നോക്കുക. പാസേജ് 1-2 വട്ടം വായിച്ച് നോക്കുക, അതിൻ്റെ ആൻസറും എന്തായാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. യെസ്, വാട്ട് ഹാപ്പൻ ടു മണി ഡ്യൂറിങ് ദി ജേർണി? മണിക്ക് എന്താ പറ്റിയത്? മണി ബിക്കെയിം സ്ലീപ്പി അല്ലേ? ചെറിയ കുട്ടിയാണ്. മണി ബിക്കെയിം സ്ലീപ്പി ആൻഡ് ഫെൽ അസ്ലീപ് വിത്ത് ഹിസ് ഹെഡ് റെസ്റ്റിംഗ് ഓൺ ഗ്രാനീസ് ഷോൾഡർ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്താൽ ആ പാസേജ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതല്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ? യെസ്, new glasses help her see many things. Yes, very good Sitara. Yes, ആൻസർ ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യുക. യെസ്, ചൂസ് ദി വേർഡ് ഫ്രം ദി പാസേജ്. ദാറ്റ് മീൻസ് മൂവിങ് സഡൻലി ഫ്രം സൈഡ് ടു സൈഡ്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ വൊക്കാബുലറിയുടെ ഒരു ഇമ്പോർട്ടൻസ്. കണ്ടോ, ഇവിടെ കണ്ടോ ലാസ്റ്റൊക്കെ ദി ബസ് swerved ആൻഡ് jolted along the winding mountain road. കണ്ടോ, ഇവിടെ swerved, jolted എന്നൊക്കെ പറയുന്ന കുറച്ച് അറിയാത്ത അല്ലേ, നമുക്കൊരു പാസേജ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കാത്ത ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ ആ വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അതൊരു വൊക്കാബുലറി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ്? ദാറ്റ് മീൻസ് മൂവിങ് സഡൻലി ഫ്രം സൈഡ് ടു സൈഡ്. പെട്ടെന്ന് മൂവ് ചെയ്യുക, സഡൻലി ഫ്രം സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റിനെ ഏത് വേർഡാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്? swerved എന്ന വേർഡാണ് പറയുന്നത്. അതുകൊണ്ട് വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഏതാണ് വേർഡ്? യെസ്, വേർഡ് ആണ് കേട്ടോ. ചൂസ് ദി വേർഡ് ഫ്രം ദി പാസേജ്. ദാറ്റ് മീൻസ് മൂവിങ് സഡൻലി ഫ്രം സൈഡ് ടു സൈഡ്. നോട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയാട്ടുന്നതാണ്. ഓക്കെ, യെസ്, swerved. ഓക്കെ, swerved ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഇനി നോക്കിക്കേ, ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റീഡ് ദി ലൈൻസ് ഫ്രം ദി poem Hope is a thing with feathers and prepare a paragraph using the hints given below. ഇതും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് പോംസ് പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു പോം ലൈൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പോം ഫുൾ തന്നിട്ട് അതിനെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുറേ എഴുതണം അല്ലേ? അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കില്ല. അതാണ്ട് ഒരു പാരഗ്രാഫ്, അതായത് അപ്രീസിയേഷൻ വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ, പോം, പോയറ്റ്, പിന്നെ അടുത്ത പാരഗ്രാഫിൽ തീം, അനാലിസിസ്, പിന്നീട് പോയറ്റിക് ഡിവൈസസ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറച്ച് ലോങ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കണമെന്നില്ല. പക്ഷെ ഒരു പോം തന്നിട്ട് അതൊരു പാരഗ്രാഫിൽ എഴുതാനായിട്ട് അല്ലേ, ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു പോം. അപ്പോൾ എല്ലാ പോമിൻ്റെയും ഒരു സമ്മറി നമ്മൾ പഠിച്ചു വെക്കാം. നിങ്ങൾ തന്നെ വളരെ ഷോർട്ടായിട്ട് കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം, അതുപോലെ പോയറ്റിക് ഡിവൈസസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ്, എന്താണ് ഇത് തരുന്ന മെസ്സേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇതേപോലെ ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ, പോം ബേസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നോക്കിക്കേ, അതിൻ്റെ ഹിൻസും തരും. ഹിൻസും കൂടെ തന്നു കഴിഞ്ഞാൽ ഈസിയാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ പോയിന്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ നമ്മൾ ആ ഒരു പോം അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് ഒരു പാരഗ്രാഫിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, എമിലി ഡിക്കിൻസിൻ്റെ പോമാണ് ഹോപ്പ് കമ്പയർഡ് ടു എ ബേർഡ്. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ആ ഹിൻസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പാസേജ് ആയിട്ട് ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണേ? യെസ്, എമിലി ഡിക്കിൻസൺ ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ബേർഡ്. ഹോപ്പ് ലീവ്സ് ഇൻ ദി ഹ്യൂമൻ സോൾ, sings continuously even in difficulties. അല്ലേ, എന്താ പറയുന്നത്? ഹോപ്പ് ലീവ്സ് ഇൻ ദി ഹ്യൂമൻ സോൾ. ഹോപ്പ് എവിടെ? യെസ്, ഹോപ്പ് ലീവ് ഇൻ ദി ഹ്യൂമൻ സോൾ, സിങ്സ് കണ്ടിന്യൂസ്ലി ഈവൻ ഇൻ ഡിഫിക്കൽറ്റി. ആ ഒരു ബേർഡിൻ്റെ അത് കണ്ടിന്യൂസ് ആയിട്ട് സിങ് ചെയ്യുന്നു അല്ലേ, ഡിഫിക്കൽട്ട് ടൈമിലും. യെസ്, റിമെയിൻ സ്ട്രോങ് ഡ്യൂറിങ് സ്റ്റോംസ് ആൻഡ് ഹാർഡ്ഷിപ്പ്. അതുപോലെ അത് വളരെ ഹാർഡ്ഷിപ്പ്, ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ യെസ്, ആൻസറൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കംഫേഴ്സ് പീപ്പിൾ, നെവർ ആസ്ക് എനിത്തിങ് ഇൻ റിട്ടേൺ. ഒന്നും അത് തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് ലിറ്റററി ഡിവൈസ് മെയിനായിട്ടും ഒരു ബേർഡിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഹോപ്പ് അല്ലേ, മെറ്റഫർ. ബേർഡ് എന്തുമായിട്ടാണ്? ഹോപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ എന്ത് പറയാം? യെസ്, നമ്മൾ പറഞ്ഞു അല്ലേ, യെസ്, ബേർഡ് ഈസ് കമ്പയർഡ് വിത്ത് വാട്ട്? ഹോപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എങ്കിൽ പറഞ്ഞേ, ദയാഗ് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? മെറ്റഫറാണ് അല്ലേ. എങ്ങനെയാണ്? കമ്പാരിസൺ വിതൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കും ആസും ഒന്നും വെക്കാതെ നമ്മൾ ആ വേർഡ്സ് യൂസ് ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ 2 ഡിഫറെൻറ്റ് തിങ്സിനെ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയറ്റിക് ഡിവൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ.
യെസ്, മെറ്റഫർ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് നിങ്ങൾ ഈ ഒരു പോം പഠിക്കുമ്പോൾ ഓർത്തിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് നോക്കാം. ദി പോം ഹോപ്പ് ഇസ് ദി തിങ് വിത്ത് ഫെദേഴ്സ് ബൈ എമിലി ഡിക്കിൻസൺ. ആരുടെയാണ്? എമിലി ഡിക്കിൻസൺ. ഡിസ്ക്രൈബ്സ് ഹോപ്പ് ആസ് എ സ്മോൾ ബേർഡ്. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? യെസ്, ഹോപ്പ് ഒരു സ്മോൾ ബേർഡുമായിട്ടാണ്. ദാറ്റ് ലീവ്സ് ഇൻ ദി ഹ്യൂമൻ സോൾ. അത് എവിടെയാണ് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടെയാണ് ഇരിക്കുന്നത്? യെസ്, നമ്മുടെ ഹ്യൂമൻ സോളിൽ അല്ലേ. ദി പോയറ്റ് കമ്പയർസ് ഹോപ്പ് ടു എ ബേർഡ്. ഒരു ബേർഡുമായിട്ട്. ബേർഡിൻ്റെ പ്രത്യേകത എന്താ? വേഗം പറഞ്ഞേ. ബേർഡിന് അതിൻ്റെ ഇഷ്ടത്തിന് പറന്നു പോകാം അല്ലേ, എവിടേക്കും പറക്കാം അല്ലേ. ഹോപ്പ്, പ്രതീക്ഷ, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നാൽ മതിയോ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സാധ്യമാക്കണം അല്ലേ. അതാ പറയുന്നത്, ഈ ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ബേർഡ് പോലെയാണ്. അതിന് ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് പറന്നു പോകാം. അതായത് നമ്മൾ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം അല്ലേ. ദാറ്റ് കീപ്സ് സിംഗിങ് കണ്ടിന്യൂസ്ലി വിതൗട്ട് യൂസിങ് വേർഡ്. ദിസ് ബേർഡ് കണ്ടിന്യൂസ് ടു സിംഗ് ഈവൻ ഡ്യൂറിങ് സ്റ്റോംസ് ആൻഡ് ഡിഫിക്കൽട്ട് ടൈംസ്. ഈ ഒരു ബേർഡ് എന്ന് പറയുന്നത് വളരെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഏത് സ്ട്രഗിൾ വന്നാലും, സ്റ്റോംസ് വന്നാലും, ഡിഫിക്കൽട്ട് അല്ലെ, ഹാർഡ്ഷിപ്പ് എന്ത് വന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നു എന്നാണ് പറയുന്നത്. ഷോയിങ് ദാറ്റ് ഹോപ്പ് റിമെയിൻസ് സ്ട്രോങ് ഇൻ ഹാർഡ്ഷിപ്പ്. നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടരുത് അല്ലേ. ഹോപ്പ് നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കണം. എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ഇല്ല, എനിക്കിത് സാധിക്കും, ആ ഒരു പ്രതീക്ഷ അല്ലേ, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും വേണം. ഇറ്റ് ഗിവ്സ് അസ് ഹോപ്പ് അല്ലേ. ഈ ഒരു പോം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹോപ്പ് കിട്ടുന്നുണ്ടോ? യെസ്, നമ്മൾ എത്ര ഹാർഡ്ഷിപ്പ് ആയാലും, നമ്മൾ ഡിഫിക്കൽട്ടീസ് ആയാലും അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യും എന്നൊരു കറേജ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? അതാണ് ഈ ഒരു പോം തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് കംഫോർട്സ് ആൻഡ് എൻകറേജസ് പീപ്പിൾ ഇൻ ദി ടഫസ്റ്റ് സിറ്റുവേഷൻ ആൻഡ് ഗിവ്സ് ദം വാംത്ത് ആൻഡ് സ്ട്രെങ്ത് അല്ലേ. ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഗിവ്സ് us വാംത്ത് അല്ലേ. യെസ്, വെരി ഗുഡ്. എന്താണ്? ഇറ്റ് കംഫേർട്സ് ആൻഡ് നമ്മളെ കംഫേർട്ട് ചെയ്യുന്നു, അതുപോലെ നമ്മളെ എൻകറേജ്, പീപ്പിളിനെ എൻകറേജ് ചെയ്യുന്നു. എപ്പോൾ? ഇൻ ദി ടഫസ്റ്റ് സിറ്റുവേഷൻ. എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും, എങ്ങനെ നമ്മൾ ആ ഒരു ടഫസ്റ്റ് സിറ്റുവേഷനെ ഫേസ് ചെയ്യും എന്ന് പഠിപ്പിക്കുന്നു അല്ലേ. ആൻഡ് ഗിവ്സ് ദം വാംത്ത് ആൻഡ് സ്ട്രെങ്ത്. നമുക്ക് യെസ്, ഒരു വാംത്ത് ആൻഡ് സ്ട്രെങ്ത് തരുന്നു. ദി പോയറ്റ് ഓൾസോ സേസ് ദാറ്റ് ഹോപ്പ് നെവർ ആസ്ക് എനിത്തിങ് ഇൻ റിട്ടേൺ ഫ്രം അസ് അല്ലേ. നമ്മളിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഡിക്കിൻസൺ യൂസസ് ദി ലിറ്റററി ഡിവൈസ് മെറ്റഫർ കമ്പയറിങ് ഹോപ്പ് ടു എ ബേർഡ്. അപ്പോൾ ഈ മെറ്റഫർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോം ബേസ് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസ്, ഇതുപോലെ സിമിലി, മെറ്റഫർ, അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ പോയറ്റിക് ഡിവൈസ് നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യുക. ആ ഒരു പോയറ്റിക് ഡിവൈസ് എഴുതുന്നതിന് പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. എന്താണ് മെറ്റഫർ എന്നും നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താണ്? കമ്പയറിങ് ഹോപ്പ് ടു എ ബേർഡ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് തിങ്സിനെ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ വിതൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ടു ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ഹൗ ഹോപ്പ് ഓൾവേസ് സ്റ്റേസ് വിത്ത് അസ് ആൻഡ് സപ്പോർട്ട് അസ് ഇൻ ലൈഫ്. എങ്ങനെയാണ് ഹോപ്പ് നമ്മളിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഹോപ്പ് ഉള്ളത്, അതെങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ് പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഏത് ഹാർഡ്ഷിപ്പ് വന്നാലും, ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും അത് ഓവർകം ചെയ്യാൻ ഈ ഒരു ഹോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് അതിൻ്റെ മെസ്സേജും ആ ഒരു തീമും എല്ലാം വെച്ചിട്ട് ഇതേപോലൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ അവർ ലൈഫ്. യെസ്, നമ്മുടെ ലൈഫിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. യെസ്, ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാലോ. യെസ്, ഇൻ ദി ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ, young APJ Abdul Kalam was very excited when his cousin Samsuddin offered him the job of collecting newspaper bundles torn from a moving train and distributing them in the town. അപ്പം എന്ത് ജോബാണ് നമ്മുടെ യങ് APJ അബ്ദുൽ കലാം ചെയ്തതെന്ന് അറിയാം. ആ ഒരു മെമ്മോയെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ആ ഒരു സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ അപ്പം മനസ്സിലുണ്ടാവണം എല്ലാവരുടെയും, എങ്കിലല്ലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഇവിടെ ആ ഒരു സിറ്റുവേഷൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ഇതിൻ്റെ ഒരു സമ്മറി, ഒരിക്കലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സമ്മറി ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിയേറ്റിവിറ്റിയാണ്, ഇങ്ങനെയുള്ള ഡിസ്കോഴ്സസിലൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ആ സിറ്റുവേഷനെ ബേസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, imagine that after finishing his first day of work, Kalam returns home and shares his experience with his mother. അപ്പോൾ ആദ്യത്തെ ഡേയിലെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അമ്മയുടെ അടുത്ത് വന്ന് പറയില്ലേ. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയില്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ എ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് മദർ. കലാമിൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ.
യെസ്. അപ്പോൾ അതെങ്ങനെ എഴുതും? നിങ്ങൾക്കിത് ഫുൾ സ്റ്റോറിയുടെ സമ്മറി ആണോ അത് വെച്ചിട്ടാണോ എഴുതേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. വർക്കിൽ വരുന്ന കാര്യങ്ങളും അതിൻ്റെ ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ എങ്ങനെയാണ് എൻജോയ് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഒരു കോൺവെർസേഷനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് എഴുതിയാൽ പോരെ അതിൻ്റെ ഫുൾ സമ്മറി അറിയണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. യെസ്. മദർ, കലാം, യു ആർ ബാക്ക്, ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് വർക്ക്? അങ്ങനെയല്ലേ ചോദിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയോ, അങ്ങനെ ചോദിക്കില്ലേ അമ്മ തുടങ്ങും അല്ലേ. യെസ്, അങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, കലാം, ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് അമ്മ. ദി ട്രെയിൻ പാസ് ദി സ്റ്റേഷൻ വിത്ത് എ ലൗഡ് റോർ ആൻഡ് ദി ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് വർ ത്രോൺ ഓൺ ടു ദി പ്ലാറ്റ്ഫോം. അതെങ്ങനെയായിരുന്നു അത് സംഭവിച്ചതെന്ന് പറയുക അല്ലേ. യെസ്, ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് അമ്മ. യെസ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു. ദി ട്രെയിൻ പാസ് ദി സ്റ്റേഷൻ വിത്ത് എ ലൗഡ് റോർ അല്ലേ. ട്രെയിനിൻ്റെ ആ ഒരു സൗണ്ടോട് കൂടെയൊക്കെ ഞാൻ അതൊക്കെ ഇങ്ങനെ വളരെ ആസ്വദിക്കുക, അല്ലെങ്കിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. യെസ്, ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പർ വർ ത്രോൺ ഓൺ ടു ദി പ്ലാറ്റ്ഫോം. എന്നിട്ട് എന്ത് ചെയ്തു? യെസ്, ആ ഒരു ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പർ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടുന്നതൊക്കെ കാണാം. ജോബ് ഓഫ് കളക്ടിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. യെസ് സിതാര. യെസ്. ദെൻ മദർ, weren't you afraid to collect them from a moving train? ഒരു മൂവിങ് ട്രെയിനിൽ നിന്ന് ഈ ബണ്ടിൽസ് ഇങ്ങോട്ട് എടുത്തിടുമ്പോഴൊക്കെ നീ പേടിച്ചു പോയില്ലേ? നമ്മൾ നോർമൽ നമ്മുടെ അമ്മമാർ സംസാരിക്കുന്ന അതേ ഒരു ടോണിലല്ലേ. യെസ്, ഇതൊരു നോർമൽ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ വേണം അത് എഴുതാൻ. ഓക്കെ. യെസ്, കലാം, അറ്റ് ഫസ്റ്റ് ഐ വാസ് എ ലിറ്റിൽ നെർവസ്. ആദ്യം എനിക്കൊരു ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ സ്റ്റൂഡ് അറ്റ് ദി റൈറ്റ് സ്പോട്ട് ആൻഡ് ക്വിക്ക്ലി പിക്ഡ് അപ്പ് ദി ബണ്ടിൽസ്. പക്ഷേ എനിക്ക് പിന്നീട് കാര്യം മനസ്സിലായി, എവിടെ നിന്നാലാണ് ഈ ബണ്ടിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുക. ആ കറക്റ്റ് സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചു. അവിടെ ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ വളരെ മനോഹരമാക്കി എഴുതാം. അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി വരുമ്പോഴാണ് ഇതിന് കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ ഐ സോർട്ടഡ് ദം ആൻഡ് ഡെലിവേർഡ് ദം അറൗണ്ട് ദി ടൗൺ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? അതൊക്കെ സോർട്ട് ചെയ്തു അല്ലേ. ആ ഒരു ന്യൂസ് പേപ്പർ ബണ്ടിലൊക്കെ സോർട്ട് ചെയ്തു. ഓരോ സ്ഥലത്ത് കൊടുക്കേണ്ട ഒരു ജോലിയാണല്ലോ. യെസ്, ഡെലിവേർഡ് ദം അറൗണ്ട് ദി ടൗൺ. മദർ, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഹാർഡ് വർക്ക് ഫോർ യു. പിന്നീട് അമ്മ സ്വാഭാവികമായിട്ടും മക്കളുടെ കാര്യത്തിൽ വളരെ ടെൻഷനാണ് അമ്മമാരല്ലേ. അപ്പോൾ പറയാണ് ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഹാർഡ് വർക്ക് ഫോർ യു. അതൊരു നിനക്ക് വളരെ ഒരു ഹാർഡ് വർക്കായി മാറിയല്ലേ എന്ന് ചോദിക്കുകയാണ് കലാം. യെസ്, ബട്ട് ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. പക്ഷെ ഞാൻ ആ ജോബ് നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ. എവ്രി വൺ വാസ് ഹാപ്പി ടു റിസീവ് ദ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് സം പീപ്പിൾ ഈവൻ സ്പോക്ക് കൈൻഡ്ലി ടു മീ അല്ലേ. ഞാനൊരു ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അല്ലേ. യെസ്, എല്ലാവരും ഹാപ്പി ആയിരുന്നു ആ ന്യൂസ് പേപ്പർ റിസീവ് ചെയ്യുന്ന ആൾക്കാരെല്ലാം. അതേപോലെ എന്നോട് വളരെ കൈൻഡായിട്ടൊക്കെ സംസാരിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ. മദർ, ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ, ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് നെഗ്ലക്റ്റ് യുവർ സ്റ്റഡീസ്. അപ്പോൾ നീ ഇത്രയും ആത്മാർത്ഥമായിട്ടല്ലേ വളരെ സിൻസിയർ ആയിട്ട് ഈ ഒരു ജോബ് ചെയ്യുന്നതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ പ്രൗഡാണ്. പക്ഷെ നീ എന്ത് മറക്കരുത്, നിൻ്റെ സ്റ്റഡീസ് നീ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു അഡ്വൈസും കൂടെ കൊടുക്കാം. മദർ സൺ കോൺവെർസേഷൻ ആകുമ്പോൾ നമുക്കൊരു അഡ്വൈസും കൂടെ കൊടുക്കാം. യെസ്. Then Kalam, don't worry Amma, I will manage both my studies and the newspaper work carefully. അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാനെന്താ നല്ല രീതിയിൽ തന്നെ പഠിക്കുകയൊക്കെ ചെയ്തോളാം, സ്റ്റഡീസും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മാനേജ് ചെയ്ത് പൊക്കോളാം എന്ന് പറയും. ഇറ്റ് വാസ് എക്സൈറ്റിംഗ് അമ്മ. ദി ട്രെയിൻ പാസ് ദി സ്റ്റേഷൻ വിത്ത് എ ലൗഡ് റോർ. യെസ്, കോൺവെർസേഷൻ നമുക്ക് അങ്ങനെ എഴുതാൻ ഈസിയാണ്. യെസ്. യെസ്, ഇനി നമുക്ക് അടുത്തൊരു, അപ്പോൾ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ, ഇത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നല്ല, നമ്മൾ ഏത് ചാപ്റ്ററിൽ നിന്നും, ഇപ്പോൾ ഗ്രാനിയുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നായാലും നമ്മളൊരു കോൺവെർസേഷൻ മണിയും ഗ്രാനിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനും ചോദിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണെന്ന് ആലോചിക്കുക. എപ്പോഴും ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയിരിക്കും ചോദിക്കുന്നത്, ഫ്രണ്ടിനോടാകാം അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. ഏത് തന്നെ ആയാലും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കില്ലേ, അതേപോലെ ഒരു രീതിയിൽ വേണം ക്രിയേറ്റീവായിട്ട് നിങ്ങൾ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാതെ സമ്മറി അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലുണ്ടാവണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതാണോ, എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ചോദിക്കുന്നത് അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ. ദെൻ ഇൻ ദി ഹ്യൂമറസ് എസ്സേ A Prescription for Life by Jerome K. Jerome, the narrator imagined that he is suffering from many serious diseases after reading a medical encyclopedia. Later, his doctor gives him a simple prescription that makes him realize that he was actually healthy and only worrying unnecessarily. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഒരു ഹ്യൂമറസ് രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന എസ്സേ. ആരുടെയാണ്? ജെറോമിൻ്റെ. ദി നറേറ്റർ, അതിനകത്ത് നറേറ്റൻ വെറുതെ ഇമാജിൻ ചെയ്തെടുക്കുകയാണ് അല്ലേ. എനിക്ക് ഒരുപാട് സീരിയസ് ഡിസീസസ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരു എൻസൈക്ലോപീഡിയ വായിച്ചതിന് ശേഷം അല്ലേ.
ദെൻ ഡോക്ടർ പറഞ്ഞു അല്ലേ, സിമ്പിൾ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് പറഞ്ഞു ദാറ്റ് മേക്സ് ഹിം റിയലൈസ് ദാറ്റ് ഹി വാസ് ആക്ച്വലി ഹെൽത്തി. ഒരു പ്രോബ്ലവും ഇല്ല, ഈ വിചാരിച്ചു കൂട്ടുന്ന പോലെ ഒരു അസുഖങ്ങളും ഇയാൾക്കില്ല എന്ന് മനസ്സിലായി അല്ലേ. ഇത് വെറുതെയാണ്, അൺനെസസറി ആയിട്ട് വെറുതെയാണ് ഇത്രയും വെറി ചെയ്യുന്നത് എന്ന കാര്യം ഡോക്ടർ മനസ്സിലാക്കി കൊടുത്തു. ദെൻ imagine that after returning home the narrator feels relieved and writes about his experience in his diary. അപ്പോൾ എത്രയോ എന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവസാനം ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു റിലീഫ് വന്നു. എനിക്ക് പ്രശ്നമൊന്നും ഇല്ല, ഞാൻ ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോൾ ഒരു റിലീഫ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്ന എക്സ്പീരിയൻസ്, അതായത് തോട്ട്സ് എന്തൊക്കെയാണ് എന്ന് റിവീൽ ചെയ്യുന്ന ഒരു ഡയറി എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രാഫ്റ്റ് എ പോസിബിൾ ഡയറി എൻട്രി ഡിസ്ക്രൈബിങ് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്ററിൻ്റെ തോട്ട്സും ഫീലിങ്സും ഒക്കെ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറി എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? എങ്ങനെയാണ് ഒരു ഡയറി എൻട്രി എഴുതുന്നത് നോക്കാം. ഡേറ്റ് ഡേ മസ്റ്റായിട്ട് നിങ്ങൾ മറന്നു പോകാതെ ഡയറി എൻട്രിയിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്, ഡേറ്റ് ആൻഡ് ഡേ. പിന്നെ നമ്മളൊരു ബോക്സൊക്കെ വരച്ചിട്ട് വേണം എഴുതാൻ. അല്ലേ, കാരണം ഇത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ് എഴുതുന്നത്, ഫസ്റ്റ് പേഴ്സൺ ആണ്. ഡയറി ഒരിക്കലും വേറൊരാൾ എഴുതില്ല. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള യൂസേജ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ മാർക്കുണ്ട് കേട്ടോ, മീ. പിന്നെന്താണ് പാസ്റ്റ് ടെൻസ്, കണ്ടോ, വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് വേണം, ബിക്കെയിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിമ്പിൾ പാസ്റ്റ്, ഫ്രൈറ്റൻ കണ്ടോ, ഒക്കെ ചേർത്ത് ഡിസൈഡഡ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിൽ എഴുതണം എന്ന കാര്യം, കാരണം ഓൾറെഡി സംഭവിച്ച കാര്യം അല്ലെ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് നമ്മൾ ഡയറി എൻട്രിയിൽ എഴുതുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക, ഡേറ്റ് ഡേ മറക്കരുത്, അതായത് ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ വേണം, ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കണം ഇത് എഴുതേണ്ടത്, ഒരു ബോക്സൊക്കെ വരയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ മാർക്സ് കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ തോട്ട്സ് ഫീലിങ്സ് ഒക്കെയാണ്, അതായത് വളരെ ഫോമലായിട്ട് ഒരിക്കലും ഡയറി എഴുതരുത്. നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സും ഫീലിങ്സും അതേപോലെ എഴുതുന്നതാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ ഇടയ്ക്ക്, അങ്ങനെ രീതിയിൽ വേണം ഡയറി എഴുതാൻ. ഓക്കെ ആണേ. ദെൻ ടുഡേ വാസ് ട്രൂലി എ സ്ട്രേഞ്ച് ഡേ ഇൻ മൈ ലൈഫ്. വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി റിലീഫ് ഫോർ മീ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. നമ്മുടെ ഫീലിംഗ് ആ ഒരു അറ്റ് കറക്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ ഫീലിംഗ് എന്താണോ, ഇറ്റ്സ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് സോ എക്സൈറ്റഡ്, എന്താണോ നമ്മുടെ ഫീലിംഗ് അത് അതേപോലെ ഫസ്റ്റ് ലൈനിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. In the morning, I went to the British Museum to read about a minor illness, but after reading the medical encyclopedia, I became convinced that I was suffering from almost every disease mentioned in the book. ഒരു എൻസൈക്ലോപീഡിയ ഞാൻ വായിച്ചതാണ് അല്ലേ, അപ്പോഴേക്കും അതിനകത്ത് മെൻഷൻ ചെയ്ത എല്ലാ ഡിസീസും എനിക്കുണ്ടെന്ന് തോന്നി. I felt frightened. അത് കണ്ടോ, ഫീലിംഗ് അല്ലേ, ആ സമയത്തുണ്ടായ ഫീലിംഗ് ആണ്. I felt എല്ലാം പാസ്റ്റ് ടെൻസിൽ വേണേ എഴുതാൻ. I felt frightened and miserable and imagined that I was seriously ill. Oh my God, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ പ്രശ്നം എനിക്കുണ്ട് എന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഇമാജിൻ ചെയ്തെടുത്തു അല്ലേ. യെസ്, ഫൈനലി ഐ ഡിസൈഡഡ് ടു വിസിറ്റ് മൈ ഡോക്ടർ. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. Then what happened? After examining me, he calmly wrote a prescription and sent me away. ഡോക്ടർ വളരെ സമാധാനമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി തന്നു. When I read it later, I was surprised to see that it simply advised a balanced diet, regular exercise, enough water, proper sleep, and not filling my head with unnecessary medical information. വേറെ ഒന്നുമില്ല, പ്രോപ്പറായിട്ട് ഉള്ള എക്സസൈസും വാട്ടറും ഫുഡും ഒക്കെ കഴിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല, പ്രോപ്പർ സ്ലീപ്പും മതി, തനിക്ക് ഒരു പ്രശ്നവുമില്ല. Now I realize how foolish I had been to worry so much about my health. ഇപ്പം ഞാൻ മനസ്സിലാക്കി ഇത്രയും എന്തിനാണ് ഞാൻ ഈ ഫൂളിഷായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി, അതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലായി. ദിസ് എക്സ്പീരിയൻസ് ഹാസ് ടോട്ട് മീ ആൻ ഇമ്പോർട്ടൻറ്റ് ലെസൺ. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു ലെസണൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയറി എൻട്രിയിൽ മെൻഷൻ ചെയ്യാം. ഇതിൽ നിന്നും എനിക്കിതാണ് മനസ്സിലായത്, ഞാനിനി മാറും എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, വി ഷുഡ് നോട്ട് ഇമാജിൻ ഇൽനെസ് വിതൗട്ട് പ്രോപ്പർ നോളേജ്. ഒരു പ്രോപ്പർ നോളേജ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പോകരുത്. ഫ്രം നൗ ഓൺ ഐ വിൽ ട്രൈ ടു ലീവ് എ ഹെൽത്തി ആൻഡ് സെൻസിബിൾ ലൈഫ്. കണ്ടോ, ഇവിടെ എൻഡിൽ കണ്ടോ ഐ വിൽ, അതായത് ഇതൊരു ഫ്യൂച്ചർ ടെൻസിലാണ്. ഇത്രയും നമ്മൾ പറഞ്ഞു ഫുൾ പാസ്റ്റ് ടെൻസിലാണെന്ന് എഴുതിയത്, പക്ഷേ ഈ ഒരു എൻഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്യൂച്ചർ ടെൻസ്, അത് ആ ഡയറി എൻഡ് ചെയ്യുന്ന സമയത്ത് നാളെ ഞാൻ ചെയ്യാൻ പോകും, ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ എപ്പോഴും ഡയറിയിൽ നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ, ഇത്രയും ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ മാത്രം അല്ലാതെ എല്ലാം ഫ്യൂച്ചർ ടെൻസിൽ ഒരിക്കലും എഴുതരുത്. ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഐ വിൽ, ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലേ, ഇതെനിക്കൊരു മെസ്സേജാണ് തന്നത്, സോ ഞാൻ നാളെ തൊട്ട് ഇങ്ങനെയാകും എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഡയറി എൻട്രിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന
ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിലേത് ചാപ്റ്ററിൽ വേണമെങ്കിലും ഡയറി എൻട്രി ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു ഫോമാറ്റ് കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതെന്താണോ ആ ചാപ്റ്ററിൽ എന്താണോ നമുക്ക് ആ ഒരു കോണ്ടന്റിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന ആളാണെന്ന് വിചാരിച്ച് വേണം നമ്മൾ ഡയറി എഴുതാൻ. അല്ലാതെ ഒരിക്കലും ആ ഒരു പേരോ ആ ഒരു ക്യാരക്ടർ നെയിമോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഹീ ഷീ ഒന്നും യൂസ് ചെയ്യരുത്. ഐ വെച്ചിട്ട് വേണം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡയറി എൻട്രി. ഓക്കെ, ദെൻ ഇനി അടുത്ത ഏതാണ് നോക്കിക്കേ. ഇൻ ദി ലെസൺ The day my world changed, Malala Yousafzai bravely speaks about the importance of education for girls. അപ്പം മലാല എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രഗിൾ ചെയ്തതെന്നും അല്ലേ നോബൽ പ്രൈസ് കിട്ടിയെന്നും എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മലാല അല്ലേ. സ്ത്രീകൾക്ക് നമ്മുടെ അല്ലേ സ്ത്രീകൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ആ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കിട്ടാതിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിന് എതിരെ സ്ട്രഗിൾ ചെയ്യുകയും അതിനെതിരെ വോയിസ് ഉയർത്തിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് മലാല. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതെല്ലാം നേടിയെടുത്തതെന്ന് നമുക്കറിയാം. സോ മലാലയുടെ ഒരു മെമ്മോയർ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മലാലയുടെ ആ ഒരു ചാപ്റ്റർ വെച്ചിട്ട് അതിൻ്റെ മെമ്മോയർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഷീ ബിലീവ്സ് ദാറ്റ് എവറി ചൈൽഡ് ഹാസ് ദി റൈറ്റ് ടു ഗോ ടു സ്കൂൾ വിതൗട്ട് ഫിയർ. ആർക്കും ഇപ്പം വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ഇല്ലേ. വാറൊക്കെ ആയതുകൊണ്ട് തന്നെ പല എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കിട്ടാതെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ബേസിക് നീഡാന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്നും ഇപ്പം അത്രയും പ്രശ്നങ്ങളൊന്നും നമ്മൾ നേരിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ വേൾഡിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല അല്ലേ. Imagine that after recovering from the attack, Malala decided to write an email to the education minister requesting the government to ensure safe and equal education for all girls in her country. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ് അല്ലേ. എന്തിന്? ടു ആക്സസ് ദി എഡ്യൂക്കേഷൻ സ്കൂളിൽ പോകാൻ പറ്റുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും റൈറ്റ് ഒരു അവകാശമാണ്. അപ്പോൾ അതെങ്ങനെ നേടിയെടുക്കാം? ഡ്രാഫ്റ്റ് ഇമെയിൽ. അപ്പോൾ അതിനെ വെച്ച് അതിനൊരു അവെയർനെസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആർക്കാണ് ഒരു ലെറ്റർ ഒരു മെയിൽ അയക്കാനാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഇതിനെ പറ്റിയൊക്കെ പറയുന്ന രീതിയിൽ ഒരു മെയിൽ എങ്ങനെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് മിസ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു ഫോമാറ്റ്. എല്ലാവർക്കും മെയിലിൻ്റെ ഫോമാറ്റ് അറിയാലോ. അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇനി പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൽ. ഓക്കെ, 2cc BCC ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യണമെന്നില്ല. CC BCC ഒന്നും കാർബൺ കോപ്പി ബ്ലൈൻഡ് കാർബൺ കോപ്പി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2 ഇതാണ് ലെറ്റർ എഴുതുന്ന ഫോമാറ്റ് അല്ല ഇമെയിൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കും മെയിൽ അതേ ലെറ്റർ പോലെയാണ് എന്ന് പറഞ്ഞ് ഫ്രം ടു അങ്ങനല്ല എഴുതേണ്ടത്. മെയിലിനൊരു ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് നോക്കി പോകുക. ബാക്കിയുള്ള കോണ്ടൻ്റ് ഒക്കെ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എന്താ ആ ഒരു ഫോമാറ്റ് ബോക്സ് ഇതൊക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ, അറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ 2cc. ഓക്കെ, 2 അപ്പോൾ 2 അഡ്രസ്സ് എഴുതുക. CC BCC സബ്ജക്റ്റ് റിക്വസ്റ്റ് ടു എൻഷുർ വാട്ട് സേഫ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക കേട്ടോ. ഇവിടെ ഡേറ്റും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യാം. യെസ്, റിക്വസ്റ്റ് ടു എൻഷുർ സേഫ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സാലൂട്ടേഷൻ റെസ്പെക്റ്റഡ് സർ ഓ മാഡം എന്താണോ സബ്ജക്റ്റ് അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക. ദെൻ വാട്ട് യെസ് സല്യൂട്ടേഷൻ. അത് കഴിഞ്ഞ് എന്താണ് നിങ്ങൾ പരിചയപ്പെടുത്തുക, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ആവശ്യം. ഐ ആം മലാല യൂസഫ്സായി എ സ്റ്റുഡൻറ്റ് ഹു സ്ട്രോങ്ലി ബിലീവ്സ് ഇൻ ദി പവർ ഓഫ് എഡ്യൂക്കേഷൻ. അല്ലെ, എഡ്യൂക്കേഷൻ്റെ പവർ നന്നായിട്ട് എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു റിക്വസ്റ്റ് ദി ഗവൺമെൻറ് ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു എൻഷുർ ദാറ്റ് എവറി ഗേൾ ഇൻ അവർ കൺട്രി ഹാസ് ദ റൈറ്റ് ടു റിസീവ് എഡ്യൂക്കേഷൻ സേഫ്ലി. കണ്ടോ, ഇത് ക്വസ്റ്റ്യനിലുള്ള അതേ കാര്യങ്ങളല്ലേ ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഫില്ല് ചെയ്യാൻ വളരെ ഈസി അല്ലേ. ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഈസി ആയി അല്ലേ. യെസ്, ദെൻ മെനി ഗേൾസ് ആർ സ്റ്റിൽ അഫ്രൈഡ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഓഫ് ത്രെറ്റ്സ് ആൻഡ് വയലൻസ്. പിന്നീട് നമ്മൾ ആ ഒരു പ്രസൻറ്റ് കണ്ടീഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ബാക്കിയുള്ള കോണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യുക. മെനി ഗേൾസ് ആർ സ്റ്റിൽ അഫ്രൈഡ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഓഫ് ത്രെറ്റ്സ് ആൻഡ് വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് സ്കൂളിലൊക്കെ പോകാൻ മടിക്കുന്നുണ്ടല്ലേ. എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബിൽഡിംഗ് എ പീസ്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി. Therefore, I kindly request the authorities to provide proper security for schools and encourage families to send their daughters to school. കണ്ടോ, ഇവിടെ ഒരു റിക്വസ്റ്റ് എന്താണ് ആവശ്യം
എന്താണ് നിങ്ങൾ സാധിച്ചു തരേണ്ടത് എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് ടുവേഴ്സ് എൻഡിലേക്ക് പറയേണ്ടത്. ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യൻസ് എല്ലാ തരത്തിലുള്ള ഏത് ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ലാസ്റ്റിലൊക്കെ അല്ലേ. ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ് ദി ഗവൺമെൻറ്, അവിടെ ഏത് അതോറിറ്റിക്കാണോ അയക്കുന്നത് ആ ഒരു അതോറിറ്റി മാത്രം ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. ഗവൺമെൻറ് വിൽ ടേക്ക് സ്ട്രോങ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് സ്റ്റുഡൻസ് ആൻഡ് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അല്ലാതെ ഒന്ന് പഠിച്ചു വെച്ചാലും മതി അല്ലേ, ഈസിയാണ്. യെസ്, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ യർ ടൈം ആൻഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യുക. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി മലാല യൂസഫ് സായി, സ്റ്റുഡൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ്. ഇത്രയും പറഞ്ഞാൽ മതി അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു മെയിൽ റൈറ്റിംഗ് ചോദിക്കാം. ഈ മെയിൽ റൈറ്റിംഗ് ഒരു എക്സ്പെക്റ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ? യെസ്. ഇനി എന്താണ് അടുത്തത് നോക്കിക്കേ. The granny in this story, A Long Walk with Granny, is an embodiment of love, affection and care. Prepare a character sketch of the grandmother. ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ഫുൾ ആ ഒരു സ്റ്റോറിയുടെ സമ്മറി അല്ല. ഇപ്പോൾ ഏജും കാര്യങ്ങളും, അതായത് അപ്പിയറൻസ് ഒക്കെ എങ്ങനെയാണ്, എങ്ങനെയുള്ള വ്യക്തിയാണ്, അതാണ് ക്യാരക്ടർ സ്കെച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സമ്മറി അല്ല ഒരിക്കലും. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രാൻഡ് മദറിൻ്റെ കാര്യത്തിൽ ആ ഒരു നിങ്ങൾക്ക് ആ സ്റ്റോറി എല്ലാം അറിയാം, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അപ്പോൾ ആ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ റെലവൻസ്, ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത്, യെസ്, എല്ലാവരും ഒന്ന് പറഞ്ഞേ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ട്. ഓക്കെ, in this story, A Long Walk with Granny by Ruskin Bond, the grandmother is portrayed. അപ്പോൾ ഇവിടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് portrayed. എങ്ങനെയാണ് റൈറ്റർ പോർട്രേ ചെയ്തിരിക്കുന്നത്? ആസ് എ ലവിങ്. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമ്മൾ ഇംപ്രസ് ചെയ്തിരിക്കണം. ടീച്ചറിനെ നമ്മൾ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിന് വേണ്ടി ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ആ സ്റ്റോറിയുടെ ടൈറ്റിലും ഓദറിനെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തൊക്കെയോ അറിയാമെന്ന് മനസ്സിലാക്കണം അല്ലേ. യെസ്, അതിനാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റർ ഉണ്ട്, പിന്നെന്താണ് പോർട്രേഡ്, അതെടുത്തത് ക്യാരക്ടറിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ട് പോർട്രേഡ് എങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ, എങ്ങനെയാണ് ഗ്രാൻഡ് മദർ, എങ്ങനെയാണ്, യെസ്, ഗ്രാനി ആസ് എ ലവിങ്, കെയറിങ് ആൻഡ് സ്ട്രോങ് വിൽഡ് പേഴ്സൺ. സ്ട്രോങ് വിൽ പവർ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ക്യാരക്ടറിൻ്റെ എന്ത് ക്വാളിറ്റീസ് ആണോ ആ ഒരു ചാപ്റ്ററിൽ ആ ക്യാരക്ടർ കാണിക്കുന്നത് അതിലൊരു 2-3 വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ആ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള 3-4 വേർഡ്സ് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, കെയറിങ് അല്ലേ, ലവിങ്, കെയറിങ് ആൻഡ് സ്ട്രോങ് വിൽഡ് പേഴ്സൺ ആയിട്ടാണ് ഗ്രാനീനെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റർ അല്ലേ. പിന്നീട് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക, 70 year old, ഇതൊക്കെ നമ്മൾ ക്യാരക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാം, എങ്ങനെയുള്ള അപ്പിയറൻസും കാര്യങ്ങളും എല്ലാം. ഓക്കെ, 70 year old വുമൺ ആണ്, ഹു ഹാസ് ബ്രോട്ട് അപ്പ് ഹർ ഗ്രാൻഡ് സൺ അല്ലേ. എന്താണ് ചെയ്തിരുന്നത്? യെസ്, ബ്രോട്ട് അപ്പ്, വളർത്തിയെടുത്തു, മണി എന്ന് പറയുന്ന ഗ്രാൻഡ് സണ്ണിനെ വളർത്തിയെടുത്തു വിത്ത് ഗ്രേറ്റ് അഫെക്ഷൻ. വെറുതെ ആണോ? അല്ല, നല്ല സ്നേഹത്തോടെ, ഗ്രേറ്റ് അഫെക്ഷൻ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹിസ് മദർ. ഷീ ഈസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഹിം ആൻഡ് ഡിസ് നോട്ട് ലൈക്ക് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ഹിം. വളരെ അറ്റാച്ച്ഡ് ആണ് അല്ലേ മണിയുമായിട്ട്, ഒരിക്കലും സെപ്പറേറ്റഡ് ആവണം എന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല അല്ലേ. ഹർ ലവ് ആൻഡ് കൺസേൺ ഫോർ മണി ആർ ക്ലിയർലി സീൻ ഇൻ ദി വേ ഷീ ടേക്സ് കെയർ ഓഫ് ഹിം ഡ്യൂറിങ് ദെയർ ജേർണി ആൻഡ് മേക്ക് ഷുവർ ഹി ഹാസ് ഫുഡ് ആൻഡ് റെസ്റ്റ്. അതായത് വളരെ കെയറിങ്ങും ലവും ഒക്കെ കാണിക്കുന്ന സിറ്റുവേഷൻ സ്റ്റോറിയിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്തെഴുതാം അല്ലേ. ആ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാവുന്നതാണ്. യെസ്, കൈൻഡ് ലവിങ് പേഴ്സൺ ഒക്കെയാണ് അല്ലേ. യെസ്, ഗ്രാനി ഈസ് ഓൾസോ കറേജിയസ് ആൻഡ് ഡിറ്റർമൈൻഡ്. ഇവിടെയും കണ്ടോ വേർഡ്സ്, ഈ വേർഡ്സുകളെല്ലാം ഗ്രാനിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സുകളാണ്. കറേജിയസ് ആണ്, ഡിറ്റർമൈൻഡ്, സ്ട്രോങ് വിൽ പവർ ഉള്ള ആളാണ്, ഈവൻ ദോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിന്നെയും നമുക്ക് മെൻഷൻ ചെയ്യാം ഇടയ്ക്കൊക്കെ. ആ ഒരു ലവിങ്, കെയറിങ് നേച്ചർ, ഡിറ്റർമൈൻഡ്, കറേജ്, ഇതെല്ലാം നമ്മൾ അങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ കൊണ്ടുവരണം, എന്നാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ. ഈവൻ ദോ ഐസൈറ്റ്, പിന്നെ ഐസൈറ്റിൻ്റെ കാര്യം ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നതാണല്ലോ, അപ്പോൾ അതും നമ്മൾ മെൻഷൻ ചെയ്യുക. ഈവൻ ദോ ഹർ ഐസൈറ്റ് ഇസ് വീക്ക് and she is quite old, she confidently undertakes a long journey to Missouri to get her eyes test. അപ്പോൾ എന്നിട്ടും ആ ഒരു സ്ട്രോങ് വിൽ പവറും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാനായിട്ട് സമ്മതിക്കുമോ വേറൊരാൾ? അല്ല, സമ്മതിക്കില്ല അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു സ്ട്രോങ് വിൽ പവർ അല്ലെങ്കിൽ ഒരു കറേജ് ഒക്കെയാണ് ആ ഒരു ജേണി ചെയ്യാൻ വേണ്ടി അവൾ മുന്നോട്ട് വന്നത്.
She walks long distance without complaining and faces difficulties such as rain, landslide and tiring climbs with great courage. അപ്പം പോകുന്ന വഴിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ എന്ത് ചെയ്തു? ഓവർകം ചെയ്യാനും ഒക്കെയുള്ള ഒരു വിൽ പവർ ഗ്രാനിക്കുണ്ടായിരുന്നു. At the same time, Granny is cheerful and optimistic. കണ്ടോ അടുത്ത വേർഡ്സ്. അപ്പോൾ ഗ്രാനിയെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന വേർഡ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക അല്ലേ? നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഈ വേർഡ്സുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ചിയർഫുൾ ആണ്, അതുപോലെ ഒപ്റ്റിമിസ്റ്റിക് ആണ്, പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കാണ് ഗ്രാനി ആ ലൈഫിനെ അപ്രോച്ച് ചെയ്തത്. പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള ഒരാളാണ്. ഷീ ഓഫൺ ജോക്സ് ആൻഡ് കീപ്സ് അപ്പ് ഹർ സ്പിരിറ്റ്സ് ത്രൂ ദി ജേർണി. ഹർ എക്സൈറ്റ്മെൻറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ന്യൂ ഗ്ലാസസ് ആൻഡ് സീയിങ് ദി വേൾഡ് ക്ലിയർലി അഗെയിൻ ഷോസ് എ ജോയ്ഫുൾ നേച്ചർ. പിന്നെയും ജോയ്ഫുൾ ആണ്, ചിയർഫുൾ ആണെന്ന് കാണിക്കുന്നതാണ്. പുതിയ ഗ്ലാസസ് ഒക്കെ കിട്ടിയപ്പോൾ നന്നായിട്ട് പുറത്തൊക്കെ എൻജോയ് ചെയ്ത് ഓരോ സൈറ്റ്സും അല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ സൈറ്റ്സും എൻജോയ് ചെയ്യുന്ന ഗ്രാനിയെ നമുക്ക് കാണാൻ പറ്റി അല്ലേ? ഗ്രാനി ഈസ് ആൻ എംബോഡിമെൻറ്റ് ഓഫ് അല്ലേ, എന്തിൻ്റെ ഒരു സിമ്പിളായിട്ടൊക്കെയാണ് നമുക്ക് പറയുന്നത്, എംബോഡിമെൻറ്റ് ഓഫ് ലവ്, അഫെക്ഷൻ ആൻഡ് കെയർ. അപ്പോൾ ഒരാളുടെ ക്യാരക്ടർ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എംബോഡിമെൻറ്റ്, ഷീ ഈസ് ദി എംബോഡിമെൻറ്റ് ഓഫ്, ഗ്രാനി ഈസ് ദി എംബോഡിമെൻറ്റ് ഓഫ് എന്താ, ലവ്, അഫെക്ഷൻ ആൻഡ് കെയർ അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു ആ രൂപം എന്ന് പറയാം നമുക്ക് ഗ്രാനിയെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തതാണ്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ സമ്മറി അല്ല ഇവിടെ എഴുതിയത്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ദെൻ ഷീ ഈസ് ഓൾസോ ബ്രേവ്. മാത്രമല്ല ഗ്രാനി ബ്രേവ് ആണ്, ഡിറ്റർമൈൻഡ് ആണ്, കറേജ്, ആ വേർഡ്സൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ഡിറ്റർമൈൻഡ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്, മേക്കിംഗ് ഹർ എ മെമ്മറബിൾ ആൻഡ് ഇൻസ്പയറിംഗ് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ക്യാരക്ടറാണ് ഈ ഒരു സ്റ്റോറിയിൽ. ഇത് ഏത് ക്യാരക്ടറിനെ ചോദിച്ചാൽ നമുക്ക് എഴുതാം അല്ലേ, മെമ്മറബിൾ ആൻഡ് ഇൻസ്പയറിംഗ് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യാം. ഈ സ്റ്റോറിയിൽ ഗ്രാനിയുടെ റോൾ എന്തായിരുന്നു, ഇത്രയും പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്ത ഒരു നല്ല പെർഫെക്റ്റ് ക്യാരക്ടർ സ്കെച്ചായി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് അങ്ങനെ പറയുന്ന വേർഡ്സുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു പാരഗ്രാഫിലെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആ ഒരു കറേജ്, ലവ്, കെയർ, ആ ഒരു നേച്ചറെല്ലാം, ചിയർഫുൾ, ഇങ്ങനെയുള്ള വേർഡ്സ് ഇല്ലേ, അത് നിങ്ങൾ സെൻറ്റൻസ് ആക്കി പലയിടങ്ങളിലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. തുടക്കത്തിൽ നമ്മളൊന്ന് ഞെട്ടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, റൈറ്ററിനെ ഒന്ന് ഓർത്തിരിക്കുക, ചാപ്റ്റർ പേര്, പിന്നെന്താ ഗ്രാനി എന്ന് പറയുന്ന ആ ഒരു ഏത് ക്യാരക്ടറാണോ ക്യാരക്ടറിൻ്റെ ഒരു 2-3 വേർഡ്സ്, ക്വാളിറ്റി പറയുന്ന വേർഡ്സുകൾ, പിന്നെ ആ റോളിൻ്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു ചാപ്റ്ററിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനിയാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രീഫ് പ്രൊഫൈൽ ഓഫ് APJ അബ്ദുൽ കലാം ബേസ്ഡ് ഓൺ ദി ഹിൻസ് ഗിവൻ ബിലോ. ഒന്നും പേടിക്കാനില്ല, എല്ലാ ഹിൻസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ ഹിൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, ഇത് പ്രോപ്പറായിട്ടൊരു സെൻറ്റൻസിലേക്ക് എല്ലാ ഹിൻസിനെയും, അതായത് ഇൻഫോർമേഷൻസ് ഒക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതെന്താക്കി നിങ്ങൾ മാറ്റിയാൽ മതി, ആ സെൻറ്റൻസ് ആയിട്ട് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ഒട്ടും മാർക്ക് പോകില്ല. ഓക്കെ, നെയിം തന്നിട്ടുണ്ട്, നോണാസ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്, അപ്പോൾ വെറുതെ ഇങ്ങനെ ഹീസ് നോണാസ്, അങ്ങനെ ഫുള്ള് ബർത്ത് എന്ന് പറയുന്നതൊക്കെ ബോൺ, ഓൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതണം അല്ലേ. യെസ്, 15 October 9. കണ്ടോ, എപ്പോഴും നമുക്ക് ബർത്ത് ഡേറ്റ് ആയിരിക്കും തരുന്നത്, അതായത് 15 October 1931. ഇയർ മാത്രമല്ല, വിത്ത് ഡേറ്റ് ആൻഡ് മന്ത് നമുക്ക് തന്നിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പ്ലേസിൻ്റെ മുന്നിൽ ഇന്നാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ വലിയ പ്ലേസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലേ, ഇന്നെന്ന് പറയുന്ന ചെറിയ ഒരു പ്ലേസിനെ പറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ അറ്റ് ചേർക്കാം. അറ്റ് ചേർത്തില്ലെങ്കിൽ ഒരു കോമ ഇട്ട് നമ്മൾ എഴുതിയാലും മതി. ഓക്കെ, ഇനി നമുക്ക് ചെറിയ പ്ലേസസിൻ്റെ മുന്നിൽ ഒരു പ്രിപ്പോസിഷൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ അറ്റ് ചേർക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ ഒക്യുപ്പേഷൻ ഈസ് എന്നൊന്നും പറഞ്ഞ് എഴുതണ്ട, എന്താണ് ഹി വാസ് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, സയൻറ്റിസ്റ്റ് ആണോ, എന്താണ്, ആരായിട്ടാണ്, എന്തായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ ഒക്യുപ്പേഷൻ ഈസ് എന്നൊന്നും പറഞ്ഞല്ല എഴുതേണ്ടത്. ഓക്കെ, പിന്നെ മേജർ റോൾസ് എന്ന് പറഞ്ഞിട്ടും ഇതേ വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിലല്ല മാർക്ക്, നമ്മൾ എങ്ങനെ ആ ഒരു പ്രോപ്പറായിട്ട് സെൻറ്റൻസ് എഴുതുന്നു എന്നതിലാണ് മാർക്ക്. അതായത് ഇന്ത്യാസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാംസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കണ്ടോ, ഇതെല്ലാം ഫ്രേസസ് മാത്രമാണ്, അതൊന്നും പ്രോപ്പർ സെൻറ്റൻസ് ആയിട്ടില്ല. 2002 to 2007 അത്രയും ഒരു ടൈം പീരീഡിലാണ് പ്രസിഡൻ്റ് ആയിട്ടല്ലേ.
അപ്പോൾ ആ ഒരു കാര്യം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഇതെല്ലാം നമ്മൾ സെൻറ്റൻസിലായിട്ട് എഴുതും. മേജർ വർക്ക്സ് ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, യു ആർ ബോൺ ടു ബ്ലോസം, ടാർഗറ്റ് 3 ബില്യൺ. കണ്ടോ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. അവാർഡ്സ് തന്നിട്ടുണ്ട്. ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെത്ത് കണ്ടോ, ഡേറ്റ് അല്ലേ തന്നെ. ചിലപ്പോൾ ചില കേസസിൽ ഡെത്ത് ഇയർ മാത്രം തരും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രിപ്പോസിഷൻ എഴുതുന്നതിന് മാർക്കുള്ളതാണ് കേട്ടോ, അത് മറന്നു പോകരുത്. ഓൺ എന്ന് പറയുന്നത് എപ്പോഴും ഡേറ്റ്, ഡേ ഇതിൻ്റെയൊക്കെ മുന്നിലാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. ഇയറിൻ്റെ മുന്നിൽ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന്. ഇയറിൻ്റെ മുന്നിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറ്? ഓൺ ആണോ? ഇനിയിപ്പോൾ ഡെത്ത് എന്ന് പറയുന്ന ഈ ഡേറ്റ് തന്നിട്ടില്ല, 2015 എന്ന ഇയർ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഹിൻ്റായിട്ട് തന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ഓൺ എഴുതിയാൽ മാർക്ക് പോകും കേട്ടോ. ഇന്ന് വേണം എഴുതാൻ. ഇയർ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോവാതെ. പാസ്ഡ് അവേ ഇൻ, ഡൈഡ് ഇൻ, യെസ് ഇയർ ആണെങ്കിലാണ്. ഓക്കെ, മറന്നു പോകരുത്. ഇയർ ആണെങ്കിൽ ഡേറ്റ്, ഇവിടെ കണ്ടോ ഡേറ്റ് തന്നിരിക്കുന്നത്, അവിടെ തെറ്റിക്കരുത്. ഡേറ്റ് തന്നാൽ ഓൺ, ഒന്ന് നോക്കണ്ട. ഓൺ എന്ന് പറയുന്ന ഇവിടെ ഡേറ്റ് ആണ്, അതുകൊണ്ട് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ്. കണ്ടോ, നിങ്ങൾ ആ ഒരു റൈറ്റർ ആരാണോ പ്രൊഫൈൽ റൈറ്റിംഗിൽ അയാളുടെ ഹെഡിങ് ഒന്ന് എഴുതുക ജസ്റ്റ്. ഓക്കെ, റൈറ്ററിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്ത് അണ്ടർലൈനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് അല്ലേ ഒരു ബോക്സ് ഒക്കെ വരച്ച് നല്ല നീറ്റായിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, APJ അബ്ദുൽ കലാം വാസ് എ റെനൗണ്ട് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. നമുക്ക് ഓൾറെഡി അറിയാം കണ്ടോ, ഇവിടെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? യെസ് ഓക്യുപ്പേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അതൊക്കെ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ മാറ്റി എഴുതി? ഇവിടെ നമ്മൾ വന്നപ്പോഴേക്കും ഇറ്റ് വാസ് എ റെനൗണ്ട് അല്ലേ, ഫേമസ് ആയിട്ടുള്ളത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പം നമ്മൾ കുറച്ച് വേർഡ്സുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എഴുതണം. റെനൗണ്ട്, ഫേമസ്, ഓക്കെ, ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മാൻ. കണ്ടോ, ഇവിടെ ഓക്യുപ്പേഷനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് നമ്മൾ മാറ്റി എഴുതിയത് എങ്ങനെയാണ്? ഓക്യുപ്പേഷനിസ്റ്റ് എന്ന് പറഞ്ഞല്ല. Yes, he was renowned, അല്ലേ, he was a renowned Indian scientist and statesman who made significant contributions to India's missile and space programs. കണ്ടോ, അവിടെയും ആ സെൻറ്റൻസ് നമ്മൾ മാറ്റി എഴുതിയത് കണ്ടോ. യെസ്, മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാംസ് മേജർ റോൾസ് എന്ന് പറഞ്ഞായിരുന്നു തന്നിട്ടുള്ളത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് സെൻറ്റൻസ് ആക്കി. പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് പോയിന്റ്സ് തന്നിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റി അല്ലേ. കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യാസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാംസ്, കോൺട്രിബ്യൂട്ട് ചെയ്ത സിഗ്നിഫിക്കൻറ്റ് റോൾ അല്ലേ ചെയ്ത ഒരാളായിരുന്നു. ഹി വാസ് ബോൺ ഓൺ, കണ്ടോ ഓൺ ഡേറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഓൺ ആണ് ചേർത്തിരിക്കുന്നത്. 15 ഒക്ടോബർ 1931 ഇൻ രാമേശ്വരം, തമിഴ്നാടു. കണ്ടോ, ഇവിടെ നമ്മൾ കോമ ഇട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ അറ്റൊന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറ്റെന്നും ഇവിടെ ഇന്നെന്നും ഇട്ട് എഴുതാം. ഓക്കെ, പോപ്പുലർലി നോൺ ആസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. പോപ്പുലർലി നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഹി ലേറ്റർ സെർവ്ഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം 2002 to 2007. ജസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് മാത്രം ഒരു ഫ്രേസ് തന്നിട്ടേ ഉള്ളൂ, ഇയറും ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ സെൻറ്റൻസിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് എഴുതി അല്ലേ. യെസ്, he later served as the President of India from 2002 to 2007. Apart from being a scientist, he was also a gifted writer. അല്ലേ, സയൻറ്റിസ്റ്റ് മാത്രമല്ല പിന്നെ ആരായിരുന്നു? Being a scientist, he was also a gifted writer who loved to inspire യങ് മൈൻഡ്സ്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് പോയിന്റ്സ് എഴുതുക. ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ, പഠിച്ചൊരു റൈറ്ററിനെ പറ്റിയാകുമ്പോൾ നമുക്കറിയാം യങ് മൈൻഡ്സിനെയൊക്കെ അസ്പയർ ചെയ്ത ഒരു റൈറ്റർ കൂടിയാണ്. അങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ നല്ലത്. അഡീഷണൽ ആയിട്ട് നമുക്ക് അത്രയും സ്കോർ ചെയ്യാനും പറ്റും അല്ലേ. യെസ്, സം ഓഫ് ഹിസ് വെൽ നോൺ ബുക്സ് ഇൻക്ലൂഡ് ഇന്ത്യ. കണ്ടോ, ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാനല്ലേ. സം ഓഫ് ഹിസ് വെൽ നോൺ ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സം ഓഫ് ഹിസ് വെൽ നോൺ ബുക്സ് ഇൻക്ലൂഡ് ഏതൊക്കെയാ? ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്, യു ആർ ബോൺ ടു ബ്ലോസം ആൻഡ് ടാർഗറ്റ് 3 ബില്യൺ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സെൻറ്റൻസ് ആയിട്ട് പ്രോപ്പർ എഴുതിയാൽ പോരെ. യെസ്, in recognition of his outstanding service to the nation. അപ്പോൾ വെറുതെ ഒരു അവാർഡ് കിട്ടില്ലല്ലോ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷനാണ് ഈ ഒരു അവാർഡ് കിട്ടിയെന്ന് നമുക്ക് പറയണ്ടേ. അവാർഡ് കിട്ടിയെന്ന് അറിയാം, അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹിസ് ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് ടു ദി നേഷന് കൊടുത്ത അത്രയും ഒരു സർവീസിന് എന്ത് കിട്ടി? he received several prestigious awards including എന്ന് പറഞ്ഞ് അവാർഡ്സിൻ്റെ പേര് എഴുതുക. ഭാരത് രത്ന, ഇന്ത്യാസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. കണ്ടോ, ഭാരത് രത്ന എന്ന് പറഞ്ഞ ഒരു കോമ ഇടുക അല്ലേ. അതെന്താണ് ഭാരത് രത്ന എന്ന് പറയുന്നത്? എന്താണ്? ഇന്ത്യാസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണ്. അത് ഓൾറെഡി തന്നിട്ടുമുണ്ട്, അപ്പോൾ അതേപോലെ എഴുതുക.
ഹി പാസ്ഡ് അവേ അല്ലേ, ഡൈ അല്ലേ, ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ മാറ്റി? ഹി പാസ്ഡ് അവേ ഓൺ, ഡേറ്റ് തന്നു, ഡേറ്റ് തന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഓൺ. അപ്പോൾ ഡെത്ത് എന്നുള്ളത് നമ്മൾ മാറ്റി എഴുതുക, ഹി പാസ്ഡ് അവേ അല്ലേ, പാസ്ഡ് അവേ ഓൺ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫ്രേസസ് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പാസ്ഡ് അവേ ഓൺ 27 ജൂലൈ 2015 ഇൻ ഷില്ലോങ് ലിവിങ്. കണ്ടോ ഇവിടെ ഒരു പ്ലേസിൻ്റെ മുന്നിൽ നമ്മൾ ഇന്നാണ് ചേർക്കുന്നത്, പ്ലേസിൻ്റെ മുന്നിൽ ഇന്നാണെന്നുള്ള ഓർമ്മ വേണം. ഓക്കെ, ഇൻ ഷില്ലോങ് ലിവിങ് ബിഹൈൻഡ് എ ലീഗസി ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ഡെഡിക്കേഷൻ ടു ദി നേഷൻ. അപ്പോൾ നമ്മുടെ ഒരു നേഷന് ഒരു ഡെഡിക്കേഷൻ, ഇൻസ്പിറേഷനൊക്കെ പകർന്നു തന്ന ഒരാളാണ് അദ്ദേഹം. മരിച്ചത് ഇന്ന ഡേറ്റിലാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യാം. ഇതാണ് ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഫൈൽ റൈറ്റിങ്ങും എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക്. fill in the blanks using appropriate phrasal verbs. Phrasal verbs നമ്മൾ മറന്നു പോകാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. കെയിം അക്രോസ്, ടേൺഡ് ഓവർ, എൻറ്റേർഡ് അപ്പ്, ലുക്ഡ് അപ്പ്. ഇതാണ് ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് ഒക്കെ അറിയാമോ? ലുക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ചിങ് ഫോർ ഇൻഫോർമേഷൻ ആണ്. എന്താണ് ലുക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ? സെർച്ചിങ് ഫോർ ഇൻഫോർമേഷൻ ആണ്. ഒന്ന് പറഞ്ഞേ, അറിയാമോ? യെസ്, ലുക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ഫോർ ഇൻഫോർമേഷൻ. ഇനി അടുത്തത് ഏതാണ്? യെസ്, കം അക്രോസ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഫൈൻഡ് ഓർ മീറ്റ് സം വൺ ഓർ സംതിങ് ബൈ ചാൻസ്. പെട്ടെന്ന് ഒരാളെ മീറ്റ് ചെയ്യുക, അതാണ് ഈ എന്താ ഫൈൻഡ് ഓർ മീറ്റ് സം വൺ ഓർ സംതിങ് ബൈ ചാൻസ്. അതാണ് കം അക്രോസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരാളെ നമ്മൾ പെട്ടെന്ന് കണ്ടു, അപ്പോൾ നമുക്ക് എന്ത് പറയാം? കം അക്രോസ് എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യാം. എൻഡഡ് അപ്പ് മീൻസ് ഫൈനലി അറൈവിങ് അറ്റ് എ പ്ലേസ് ഓർ സിറ്റുവേഷൻ അല്ലേ. എൻഡഡ് അപ്പ് ഫൈനലി ഇങ്ങനെ ഒരു പ്ലേസിൽ ഒരു കണ്ടീഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കണ്ടീഷനിലേക്ക് അത് വഴി വെച്ചു എന്നൊക്കെ പറയത്തില്ല. അയ്യോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത് ഇങ്ങനെ എൻഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാം. അതാണ് എൻഡഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഈ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഈ ഫ്രേസൽ വെർബിൻ്റെയും കൂടെ മീനിങ് അറിഞ്ഞിരിക്കണം അല്ലേ, എന്നാൽ നമുക്കിത് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ദി നറേറ്റർ ഡാഷ് ദി മെഡിക്കൽ എൻസൈക്ലോപീഡിയ. അപ്പോൾ ഇവിടെ ലുക്ക് പറഞ്ഞു അല്ലേ, ഓൾറെഡി നമ്മൾ എന്താ ചെയ്യുക, നോക്കുക എന്നുള്ളൊരു മീനിങ് വരണം. സെർച്ചിങ് ഫോർ എന്ന് പറയുന്ന മീനിങ് വരണം. നമുക്ക് ഇതിനകത്ത് ഏതാ സെർച്ചിങ് ഫോർ വരിക? ലുക്ഡ് അപ്പ് എന്ന് പറയുന്നതല്ലേ ഫ്രേസൽ വെർബ്. ലുക്ഡ് അപ്പ് എന്നതാണല്ലോ സെർച്ച്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം അല്ലേ, ലുക്ഡ് അപ്പ്. ദെൻ encyclopedia at the British Museum to read about hay fever. As he continued reading, he dash many diseases in the book come across അല്ലേ. അതായത് പെട്ടെന്ന് ഇത്രയും ഡിസീസൊക്കെ എനിക്കുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഫൈൻഡ്, ഓക്കെ, ഫൈൻഡ് മെനി ഡിസീസ്. അപ്പോൾ ഇവിടെ എന്താ? കം അക്രോസ് ആണ് ഇവിടെ, കെയിം അക്രോസ്. ഓക്കെ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വരിക. ഓക്കെ, as he continued reading he came across many diseases in the book and began to imagine that he had all of them. ഫൈനലി ഇയാൾ ഏതോ ഒരു അവസ്ഥയിലേക്ക് റീച്ച് ചെയ്തു എന്ന് വരണം. അപ്പോൾ അത് ഒരു സിറ്റുവേഷനിലേക്ക് അയാൾ എത്തിച്ചേർന്നു. അതെങ്ങനെയാ? അത് ഏത് ഫ്രേസാണ് ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക്? എൻഡഡ് അപ്പ് അല്ലേ. ഫൈനലി ഇയാൾ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രേസൽ വേർബ്സ് ഒക്കെ മിസ് തന്നിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഫ്രേസൽ വേർബ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണുക, അതേപോലെ തന്നെ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് ഒന്ന് പഠിക്കുക. ഇത് ആകെ നിങ്ങൾ ഫ്രേസൽ വേർബിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന പാസേജ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഫസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ മീനിങ് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. പിന്നെ തന്നിട്ടുള്ള ഇപ്പോൾ ബ്രാക്കറ്റ്സിൽ തരും ഏതൊക്കെയാണ് ഫ്രേസൽ വെർബ്. അപ്പോൾ ആ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ്സിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്നാലല്ലേ നമുക്കത് കറക്റ്റായിട്ട് എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയൂ. അല്ലാതെ ആ ഒരു കറക്റ്റ് ആ വേർഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മീനിങ് ഒന്നും കിട്ടില്ല അല്ലേ. ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ തന്നിരിക്കുന്ന പ്രോപ്പർ വേർഡ് സ്പ്ലിറ്റ് ചെയ്ത മീനിങ് ഒന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രേസൽ വെർബ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രേസൽ വേർബ്സ് തന്നിട്ടുണ്ടല്ലോ. ബ്രോക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാർട്ടഡ് സഡൻലി, പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ബ്രോക്ക് ഔട്ട്. ക്യാരി ഓൺ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ക്യാരി ഓൺ മീൻസ് എന്താ? കണ്ടിന്യൂ. ഹാങ് ഇൻ വെച്ചാൽ എന്താ? ഹാങ് ഇൻ. റിമെയിൻ സ്ട്രോങ് ഓർ കീപ് ട്രൈയിങ്. സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുക, റിമെയിൻ സ്ട്രോങ് അല്ലേ. കീപ് ട്രൈയിങ് അല്ലെങ്കിൽ കീപ് ട്രൈയിങ്, അത് ഹാങ് ഇൻ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹാങ് ഇൻ, റിമെയിൻ സ്ട്രോങ് അല്ലെങ്കിൽ കീപ് ട്രൈയിങ് എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് ഹാങ് ഇൻ വരിക. ഓക്കെ, ദെൻ പോർ ഓവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രേസൽ വെർബ്. പോർ ഓവർ മീൻസ് സ്റ്റഡി കെയർഫുള്ളി. പോർ ഓവർ കണ്ടോ, ആ പോർ ഓവർ എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? ഇത് സ്റ്റഡി ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ വേർഡൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പോർ ഓവർ മീൻസ് എന്താണ്? യെസ്, സ്റ്റഡി കെയർഫുള്ളി. ടോസ് ഔട്ട് മീൻസ് എന്താണ്? ത്രോ ഔട്ട് ആണ്. ഓക്കെ, ടോസ് ഔട്ട് മീൻസ് ത്രോ ഔട്ട്. അപ്പോൾ ഈ വേർഡ്സ് ഫ്രേസൽ വേർബ്സ് വിത്ത് മീനിങ്സ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കാം.
യെസ്, ഇവിടെ നോക്കിക്കേ, വേൾഡ് വാർ സെക്കൻഡ് ബ്രോക്ക് ഔട്ട് വെൻ കലാം വാസ് 8 years old. ഇത് ഏതാണ് ഫ്രേസൽ വെർബ്, ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ബ്രോക്ക് ഔട്ട് ആണല്ലേ. ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ ദി ഫോറസ്റ്റ് ഡ്യൂറിങ് ദി സമ്മർ. യെസ്, അത് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസും ഉണ്ട്. ബ്രോക്ക് ഔട്ട്, യെസ്, ബ്രോക്ക് ഔട്ട് ആണ് ഇവിടുത്തെ ഫ്രേസൽ വെർബ്. ത്രോ എവേ ആണോ, കണ്ടിന്യൂ ആണോ, സ്റ്റാർട്ട് സഡൻലി ആണോ? എന്താണ് മീനിങ്? സ്റ്റാർട്ട് സഡൻലി. ബ്രോക്ക് ഔട്ടിൻ്റെ മീനിങ് എന്താണ്? സ്റ്റാർട്ട് സഡൻലി. ദെൻ the teacher asked the students to carry on with their work quietly. അപ്പോൾ ഇവിടെ carry on എന്ന് പറയുന്ന വേർഡ്, ആ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? ത്രോ എവേ ആണോ, കണ്ടിന്യൂ ആണോ, സ്റ്റാർട്ട് സഡൻലി ആണോ? ഏതാണ് മീനിങ്? ഏതാണ്? the teacher asked the students to carry on with their work quietly. അത് നിങ്ങൾ carry on എന്നൊക്കെ പറയുന്നത് എന്താണ്? what's the meaning? യെസ്, കണ്ടിന്യൂ എന്നതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. യെസ്, ക്ലിയർ ആണോ? then even when the work became difficult, the team decided to hang in. നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റിമെയിൻ സ്ട്രോങ് ഓർ കീപ് ട്രൈയിങ് അല്ലേ? നമ്മൾ ആ ഒരു ട്രൈ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ റിമെയിൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. യെസ്, work became difficult, the team decided to hang in. വളരെ ഡിഫിക്കൽട്ടായിട്ടൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ വന്നു, എന്നാലും നമ്മൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, സെൻറ്റൻസ് വരികയാണെങ്കിൽ നമ്മൾ ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യണം? ഹാങ് ഇൻ എന്ന് പറയുന്ന ഫ്രേസൽ വെർബാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ടെൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ദ കം ടു അവർ ടൗൺ സം ഇയേഴ്സ് എഗോ. അവിടെ തന്നെ തെറ്റില്ലേ? ദേർ കം എന്ന് പറയൂ, ഒരിക്കലും പറയില്ല. ഇയേഴ്സ് എഗോ എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ പാസ്റ്റിൽ മാത്രമേ എഴുതൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കും, ഈ കം എന്ന് പറയുന്നത് പാസ്റ്റ് ആണോ പ്രസൻറ്റ് ആണോ എങ്ങനെയാ അറിയുക? അപ്പോൾ ഇവിടെ കം എന്ന് പറയുന്നതിൻ്റെ V1 V2 V3 അറിഞ്ഞാലേ നമുക്കിത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കമ്മിൻ്റെ V2 ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്. എന്താണ് കമ്മിൻ്റെ V2? അതായത് പാസ്റ്റ് ടെൻസ്. V2 ഫോം ഏതാണ്? കെയിം ആണ്. ഏതാണ്? കെയിം ആണ്. V3 ഫോം കം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കും ഈ V1 ഉം V3 സെയിം ആണല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഇത് പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ആണോ? എങ്ങനെ മനസ്സിലാക്കും? ഇവിടെ ദ കം, ഈ ഒരു V3 ഫോം എപ്പോഴും വരുന്നത് ഏതിൻ്റെ കൂടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏതാ? കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒന്ന്, ഹാസ്, ഹാവ്, ഹാഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്സിലറി വേർബ്സ് യൂസേജ് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇതൊക്കെ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഹാസും ഹാവും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഏത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹാഡ് കണ്ടാലും മനസ്സിലാക്കുക ഏതാ? വേഗം ഒന്ന്, ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ വേഗം. ഹാഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് ടെൻസാ? പാസ്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഈസ്, ആം, ആർ, ഇത് ഏത് ടെൻസാ? പറഞ്ഞേടാ, ഏതാണ്? ഈസ്, ആം, ആർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടെൻസാണ്? ദാറ്റ്സ് പ്രസൻറ്റ് ടെൻസ്. വിച്ച് ടെൻസ് ഇസ് ദിസ്? പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈസ്, ആം, ആർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് പ്രസൻറ്റ് ടെൻസ്. ഇനി വാസ്, വെയർ വന്നാലോ? ഈസിയാണ്. വാസ്, വെയർ വന്നു കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം, ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. ഇനി ഫ്യൂച്ചർ അറിയാലോ, വില്ലാണ്. കൂടുതലും നമ്മൾ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു എഡിറ്റ് പാസേജ് ടൈപ്പ് കറക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, വാസ്, വെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി സിംഗുലറിൻ്റെ കൂടെ അപ്പോൾ ഡു, ഡസ് എന്ന് പറയുന്ന ഫോം വരും. ഡു, ഡസ് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും അത് പ്രസൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഡു, ഡസ് എന്ന് അറിയണം അല്ലേ? ഡു, ഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ എഴുതി, അതൊരു വേർബാണ്. വേർബിനെ വെച്ചിട്ടാണ് ഡു, ഡസ് പറയുന്നത്. റൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഫോം ആണ്. റൈറ്റിൻ്റെ V2 V3 ഒക്കെ വേറെയാണ്. റോട്ട്, റിട്ടൺ. അപ്പോൾ V2 വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പാസ്റ്റ് ആണ്. V2 പാസ്റ്റിൽ എപ്പോഴും V2 ആണ്. വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തത് മാത്രമല്ല, ഹാഡും യൂസ് ചെയ്യും. ഹാഡ് പ്ലസ് V3, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഡു ഫോം ആണ്. എസ് ചേർക്കാത്ത ഫോമാണ് റൈറ്റ്. ഡസ് ഫോം എന്ന് പറയുന്നത് റൈറ്റ്സ്. കണ്ടോ, നമ്മൾ എൻഡിൽ ഇങ്ങനെ എഴുതില്ലേ? വെർബിൻ്റെ എൻഡിൽ ഈറ്റ്സ്, റൈറ്റ്സ് അങ്ങനെ എഴുതില്ലേ? വോക്സ്. അപ്പോൾ എൻഡിൽ എസ് വരുന്നതെല്ലാം ഡസ് ഫോമും, എസ് വരാതെ ബേസ് ഫോം എഴുതത്തില്ലേ? റൈറ്റ്, ഈറ്റ്, റൺ, അങ്ങനെയുള്ള ഫോമാണ് ഡു ഫോം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പോയിന്റ് പറഞ്ഞു തരാനുള്ളത്, ഈ ഹാസ്, ഹാവ്, ഹാഡിൻ്റെ ഒരു യൂസേജ് ആണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഹാസ്, ഹാവ്, ഹാഡ്
ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ ഹാസോ ഹാവോ ഹാഡോ ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ V3 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഷീ ഹാസ് റോട്ട് എ ലെറ്റർ എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഹാസിൻ്റെ കൂടെ ആയാലും ഹാവിൻ്റെ കൂടെ ആയാലും ഹാഡിൻ്റെ കൂടെ ആയാലും ഏതേ എഴുതൂ? V3 ഫോം ഓഫ് വെർബ് മാത്രമേ യൂസ് ചെയ്യൂ. ഏത് ഫോമാണ്? V3 ഫോം. ക്ലിയർ ആണോ? യെസ്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം മാത്രമേ യൂസ് ചെയ്യൂ. ഇനി ഹാസ് എപ്പോഴും ഈ എസ് നോക്കിയാൽ നമുക്ക് സിംഗുലർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ എസ് കണ്ടോ, ഡസ്, ഈസ്, വോസ്, ഇതൊക്കെ എസ് വരുന്ന എൻഡ് ചെയ്യുന്ന വേർഡ്സുകളല്ലേ? ഈസ്, വോസ്, ഹാസ്, കണ്ടോ ഇതെല്ലാം എസ് എൻഡ് ചെയ്യുന്ന വേർഡ്സ്. ഇതിൻ്റെ മീനിങ് ഇത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യൂ. സിംഗുലറിൻ്റെ കൂടെ, അതായത് ഒരാളെ ഉണ്ടാവും, ഒരു സാധനം, ഒരു തിങ്, ഒരു പേഴ്സൺ അല്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഈസ്, വോസ്, ഹാസ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ സിംഗുലർ ആണ് വരുന്നത്. ഈസ് പ്രസൻ്റ് ആണ്, വോസോ പാസ്റ്റ് ആണ്, അത് മറന്നു പോകരുത്. വോസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വോസും വേറും വന്നാൽ അത് പാസ്റ്റ് ആണ്. അങ്ങനെയുള്ള സിംഗുലറിൻ്റെ യൂസേജും പിന്നെ സിംഗുലർ പ്ലൂറലിൻ്റെ യൂസേജും അതുപോലെ തന്നെ പ്രസൻറ്റ്, പാസ്റ്റ് ഇതിൻ്റെ യൂസേജും ഒന്ന് മൈൻഡിലുണ്ടെങ്കിൽ കറക്ഷൻ റിലേറ്റഡ് എഡിറ്റ് പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇയർ എഗോ എന്ന് പറഞ്ഞതുകൊണ്ട് അത് പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കം എന്ന് പറയുന്നത് പ്രസൻറ്റാണ്. കാരണം ഈ V3 ഫോം എപ്പോഴും ഏതിൻ്റെ കൂടെ വരൂ? ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടെ വരൂ. അപ്പോൾ ഇവിടെ ഹാസ്, ഹാവ്, ഹാഡ് ഒന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. അതിനർത്ഥം ഈ V3 എന്ന് പറയുന്നത് കം ഇതല്ല. കം എന്ന് പറയുന്നത് V3 അല്ല, V1 ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒന്നും വേറെ ഹാസും ഹാവും ഹാഡും ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലായി ഇത് V1 ഫോമാണ്. ഇതൊരിക്കലും V1 ഫോമിൽ എഴുതാനും പറ്റില്ല. കാരണം എന്താ? യേഴ്സ് എഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഗോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റണം. കെയിം, അതാണ് ഇതിൻ്റെ പാസ്റ്റ്. ഹാസും ഹാവും ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ നമുക്കത് കം എന്ന് തന്നെ എഴുതാം. ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് കം, അത് പാസ്റ്റ് ടെൻസ് ആയി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. കെയിം V2 ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കെയിം എന്ന് മാറ്റി എഴുതുക. ഇനി ഗേറ്റി ലാൻഡ്സ്, അതൊരു എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു നമ്മൾ ചില എന്താണ് ബുക്സിൻ്റെയൊക്കെ പേര് അല്ലെങ്കിൽ പ്ലേസിൻ്റെയൊക്കെ പേര്, അങ്ങനെയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. ഇവിടെ നോക്കി, ഗേറ്റി ലാൻഡ്സ് എന്ന് പറയില്ല, ഗേറ്റി ലാൻഡ് എന്ന് മാത്രമേ പറയൂ. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഇനി പുവേഴ്സ്, വീണ്ടും കണ്ടോ, ക്രൗഡ്സ് പുവേഴ്സ് into the shore from all over the district. കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണെന്ന് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പാസ്റ്റ് ആണെന്ന് നമ്മൾ ഇയേഴ്സ് എഗോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആ ഒരു ഫുൾ പാസേജും പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ പുവേഴ്സ് എന്ന് പറയുന്ന എസ് വന്നു. എസ് വന്നാൽ ഡു ഡസ് ഏതാ പറഞ്ഞേ? ഡു ഡസ് വന്നു കഴിഞ്ഞാൽ അത് പ്രസൻ്റ് ആണ്. ഇവിടെ പ്രസൻ്റ് എഴുതാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ പുവേഴ്സ് എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് V2 ആക്കണം, പുവേർഡ് ആക്കുക. കളക്ട്, കളക്ട് എന്താക്കുക? കളക്റ്റഡ്, ED ചേർക്കുക. കളക്റ്റഡ് ഡു ഫോമിലെ വേർബാണ്, പ്രസൻ്റ് ആണ്. അത് മാറ്റി പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി ഇതാ ഒരു കോൺവെർസേഷൻ അല്ലേ, അതിൻ്റെ ഒരു കംപ്ലീഷൻ നമുക്ക് ചോദിക്കാവുന്ന അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ സർ, ഐ ഹാവ് വോൺ ദി റോഡ് എൻജിൻ ഇൻ ദി ലോട്ടറി അല്ലേ. എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഷോമാൻ, യെസ് യു ആർ ദി ലക്കി വിന്നർ ഓഫ് ടിക്കറ്റ് നമ്പർ 1005. അപ്പോൾ നറേറ്റർ എന്താ പറയുക? കുഡ് യു ഹെൽപ്പ് മീ. കണ്ടോ, കുഡ് യു എന്നൊക്കെ പറയുന്ന വുഡ് യു, കുഡ് യു എന്നൊക്കെ പറയുന്ന യൂസേജുകൾ കോൺവെർസേഷനിൽ ഉണ്ടായിരിക്കണം കംപ്ലീഷൻ. ഓക്കെ, നോക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നറേറ്റർ, കുഡ് യു ഹെൽപ്പ് മീ ട്രാൻസ്പോർട്ട് ദി എൻജിൻ ടു മൈ ഹൗസ്? ക്വസ്റ്റ്യൻ ആണ് അല്ലേ. Then showman, I am sorry I cannot help you transport it, but you may keep it here till the end of the show. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലേ, അതിൻ്റെ മറുപടി ആയിട്ട് എന്താ പറയുക നറേറ്റർ? ഇൻ ദാറ്റ് കേസ് കുഡ് യു അറ്റ്ലീസ്റ്റ് ഫൈൻഡ് മീ എ ഡ്രൈവർ ഫോർ ദി എൻജിൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. കുഡ് യു അറ്റ്ലീസ്റ്റ് ഫൈൻഡ് മീ എ ഡ്രൈവർ ഫോർ ദി എൻജിൻ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ദെൻ പിന്നെന്താ? ഐ എം അഫ്രൈഡ് ഐ കനോട്ട് അറേഞ്ച് എ ഡ്രൈവർ ഫോർ യു. നറേറ്റർ, ഓ ഐ സീ, ദെൻ ഐ വിൽ ട്രൈ ടു ഫൈൻഡ് സം അതർ വേ ടു മൂവ് ഇറ്റ്. ഷോമാൻ, ദാറ്റ് വുഡ് ബി ബെറ്റർ, ബട്ട് യു എന്താ പറയുക? ബട്ട് യു ഷുഡ് റിമൂവ് ദി എൻജിൻ ഫ്രം ദി ഗ്രൗണ്ട്സ് ആഫ്റ്റർ ദി ഷോ എൻഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാം. അപ്പോൾ കോൺവെർസേഷൻ കംപ്ലീഷൻ ഈസ് ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് എക്സ്പെക്റ്റഡ് ഫോർ യുവർ എക്സാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മസ്റ്റായിട്ടും നോക്കുക. ഇനിയാണ് നമ്മൾ ആ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ കാര്യം പറയുന്നത്. ആകെ 3 കണ്ടീഷൻസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ 3 കണ്ടീഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇഫ് ക്ലോസ് ആ പറയുന്നത്, ഇഫ് ക്ലോസ് അല്ലേ ഇംഗ്ലീഷിൽ. ഇഫ് ക്ലോസിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ, കണ്ടീഷണൽ സെൻറ്റൻസ് ടോക്ക് അബൌട്ട് എ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. അപ്പോൾ ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദി എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 3 കണ്ടീഷൻസേ ആകെ നമുക്ക് പഠിക്കാനുള്ളൂ. കണ്ടീഷൻ നമ്പർ 1 ആണ്,
ഇഫ് യു സ്റ്റഡി ഹാർഡ്. കണ്ടോ ഇവിടെ ഏത് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിസൾട്ട്, കണ്ടീഷന്റെ റിസൾട്ട് എന്താണ്? യു വിൽ പാസ് ദി എക്സാം. അപ്പോൾ വില്ലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം നമ്മൾ? വില്ല്, ക്യാൻ, ഷാൽ അങ്ങനെയുള്ള ഫസ്റ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത് വില്ലും ഷാലും ഒക്കെയാണ്. ഓർത്തിരിക്കുക. ടൈപ്പ് 1 കണ്ടീഷൻ, വി യൂസ് ടൈപ്പ് 1 കണ്ടീഷൻ ടു ടോക്ക് അബൌട്ട് റിയൽ ഓർ പോസിബിൾ സിറ്റുവേഷൻ പറയാനാണ് നമ്മൾ ടൈപ്പ് 1 കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ്. അപ്പോൾ നമ്മൾ ഏതാ? വില്ല്, ക്യാന് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക. ഇനി അടുത്ത എക്സാമ്പിൾസ് ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ സ്റ്റേ അറ്റ് ഹോം. റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കണം അല്ലേ? വി വിൽ. കണ്ടോ ഇഫ് ഇറ്റ് റെയിൻസ് പ്രസന്റ് ടെൻസ് ആണ്, വില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യു വർക്ക് ഹാർഡ് V1 അല്ലെ, പ്രസന്റ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ യൂസേജ് വരിക? കണ്ടീഷൻ ക്ലോസിന്റെ റിസൾട്ടിൽ വില്ല് തന്നെ യൂസ് ചെയ്യുക. ഇഫ് വി കെയർ ഫോർ നേച്ചർ വിൽ. കണ്ടോ ഇഫ് വി കെയർ ഏതാ? പ്രസന്റ് ടെൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? യെസ്, നമ്മൾ വില്ല് യൂസ് ചെയ്യുക. ടൈപ്പ് 2 കണ്ടീഷൻ ആണെങ്കിലോ അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. വുഡ്, കുഡ് പ്ലസ് വേർബ് ആണ് നമ്മളവിടെ യൂസേജ് ആയിട്ട് വരുന്നത്. ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ്, കുഡ് പ്ലസ് ബേസ് വേർബ്. ഇഫ് ഐ ഹാഡ് എ കാർ, അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ഹാസ്, ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. അപ്പോൾ നമ്മൾ ഏതാ? വുഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസ് ഫോം ആണ്. യെസ്. ദെൻ ഗ്രാനി ഗോട്ട് ന്യൂ ഗ്ലാസസ്. ഗോട്ട് എന്ന് പറയുന്നത് ഏതാണ്? അത് V2 ആണ് അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ കുഡ് യൂസ് ചെയ്തു. വുഡോ, കുഡോ, ഷുഡോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് ഐ വേർ, കണ്ടോ വേഴ്സ് വേർ ഒക്കെ വരുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ നമ്മൾ വുഡോ, ഷുഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഫ് പ്ലസ് പാസ്, വുഡ് ഓർ കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ്. എക്സാമ്പിൾസ് അല്ലേ? നമ്മളിത് ഐഡന്റിഫൈ ചെയ്ത് നോക്കിക്കേ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ ക്യാൻസൽ ദി മാച്ച്. അപ്പോൾ ഇവിടെ ടൈപ്പ് 1 ആണോ? കണ്ടീഷൻ ഏതാണ്? ടൈപ്പ് 1 നമ്മൾ പറഞ്ഞത് പ്രസന്റ്, അതിൻ്റെ കൂടെ വില്ലാണ് യൂസേജ് വരുന്നത്. അപ്പോൾ ഇത് ഏതാ കണ്ടീഷൻ? പ്രസന്റ് അല്ലേ? അപ്പോൾ ടൈപ്പ് 1 ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ. ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്, വുഡ് വന്നു. ഹാഡ്, വുഡ് വന്നു അല്ലേ? യെസ്. അപ്പോൾ അതേതാണ്? ടൈപ്പ് 2 ആണ് കണ്ടീഷൻ. ഇഫ് വി സ്റ്റഡീഡ്, അതേതാ? സ്റ്റഡീസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ടൈപ്പ് 1 കണ്ടീഷൻ. ഇഫ് ഐ വേർ, ഇവിടെ പാസ്റ്റ് ആണ്, വുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് 2 ആണ്. ഇഫ് യു ഹറി യു വിൽ. കണ്ടോ വില്ല് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി ഏതാണ്? അത് ടൈപ്പ് 1 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എക്സസൈസ് അല്ലേ? ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദി എക്സാം എന്ന് എഴുതാം. ഇഫ് ഐ വേർ റിച്ച് ഐ വുഡ് ബൈ അല്ലേ? വേർ എന്ന് പറയുന്ന പാസ്റ്റ് ആണ്. അപ്പോൾ ഐ വുഡ് അല്ലേ? ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ. ഇവിടെ ഐ വിൽ അല്ലേ വരിക? വി വിൽ സ്റ്റേ ഇൻസൈഡ് ബിക്കോസ് ഇറ്റ്സ് പ്രസന്റ് ടെൻസ്. ഷീ ഹാഡ്, ഇവിടെ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? വുഡ് നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഇഫ് ഈ പ്ലാന്റ് ഏതാ? പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ വില്ല് ആഡ് ചെയ്യുക. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇതാണ് ടൈപ്പ് 3 കണ്ടീഷനും കൂടെ ഉള്ളൂ പഠിക്കാൻ. ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വുഡ് ഹാവ് അല്ലെ കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം വേണം യൂസ് ചെയ്യാൻ. മറ്റേ രണ്ടിൽ നമ്മൾ V1 ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇതിൽ നമ്മൾ V3 ഫോമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ് അല്ലെ കുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇഫ് ഐ ഹാഡ് സീൻ ഹിം. കണ്ടോ ഹാഡ് പ്ലസ് V3 ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വുഡ് ഹാവ്, അങ്ങനല്ലേ യൂസേജ്? വുഡ് ഹാവ് പ്ലസ് ടെല്ലിൻ്റെ V3 ഫോം ടോൾഡ്. കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇവിടെ നോക്കിക്കേ ഹാഡ് പ്ലസ് V3 വന്നു. അപ്പം എന്താ? ഷീ വുഡ് അല്ലേ? വുഡ് ഹാവ് മറന്നു പോരുത്. ഹാവ് പിന്നെ പാസ് എന്നല്ല എഴുതേണ്ടത്, പാസ്ഡ്. V3 ഫോം വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ വേണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. 3 ഇഫ് ക്ലോസിൻ്റെ വെറൈറ്റീസ് ആണ് അല്ലേ? നമ്മളത് വളരെ ഈസി ആയിട്ട് പഠിച്ചു. ഇനി നമ്മളെ നോട്ടീസ്, ഡിസ്കോഴ്സ് റൈറ്റിംഗിൽ നോട്ടീസ് ഒക്കെ ഉണ്ട്. ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നതാണ് മിസ് അല്ലേ? നോട്ടീസ്, പ്ലേസ്, വെന്യൂ, ഡേറ്റ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോട്ടീസ് റൈറ്റിംഗിൽ ഡേറ്റ് മെൻഷൻ ചെയ്യണം മസ്റ്റായിട്ടല്ലേ? യെസ്. പിന്നെ എന്താ? വെന്യൂ, എവിടെ വെച്ചാണ് നടക്കുന്നത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങളെ ആ ഒരു ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോട്ടീസ് റൈറ്റിംഗിൽ ഓൾറെഡി തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോട്ടീസ് റൈറ്റിംഗ് മസ്റ്റായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ? യെസ്.
പിന്നെ നമ്മൾ ഒരു ലാസ്റ്റ് ഒരു പോം ഉണ്ടായിരുന്നു ടാഗോറിൻ്റെ, ആ ഒരു പോം ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി ഒരു കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണല്ലേ. ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെ നമ്മൾ ആ ഒരു പോം വായിച്ച് മനസ്സിലാക്കി അതിനകത്ത് മേജർ പോയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാമെന്നൊക്കെ ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് പറഞ്ഞതാണല്ലേ. യെസ്, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പോംസും സ്റ്റോറീസും എല്ലാം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മറി മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. സമ്മറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്കോഴ്സ്, ക്യാരക്ടർ സ്കെച്ചും, ഡയറി എൻട്രിയും, നോട്ടീസ് റൈറ്റിങ്ങും, ഇതിൻ്റെ എല്ലാ ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ്, ഈ പറഞ്ഞ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിസ്കോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിൻ്റെ ഫോമാറ്റ് മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെയും സമ്മറി, ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതി ഫുൾ മാർക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.